हरे कृष्णा जय श्री राधे राधे तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण हरि ओम ओम नमः शिवाय ओम नमो भगवते वासुदेवाय ओम नमो നാരായണായ. അപ്പോൾ എവിടെ ഇന്ന് ലൈവിൽ വന്നത്? ഇന്ന് ഇവിടെ കുറേ പേരുണ്ട്. അപ്പോൾ എനിക്കിന്ന് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. മെയിലിൽ കുറേ ദേവി ഭക്തരുണ്ടായിരുന്നു, ശിവഭക്തരുണ്ടായിരുന്നു, പിന്നെ കൃഷ്ണ ഭക്തർ, രാധാകൃഷ്ണ ഭക്തരുണ്ടായിരുന്നു, വിഷ്ണു ഭക്തരുണ്ടായിരുന്നു. അപ്പം എല്ലാ ഭക്തർക്കും സ്വാഗതം. ഇപ്പോൾ ലൈവിൽ ആരെങ്കിലും ഉണ്ടോ? ആരെയും കാണുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഭഗവാന്റെ തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരം, ഈ 3 ഇതുണ്ട്. അതിൽ സൃഷ്ടി എന്ന് പറയുന്നത് ബ്രഹ്മാവ് ആണ്, സ്ഥിതി എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനാണ്, കൃഷ്ണനാണ്, സംഹാരം എന്ന് പറയുന്നത് ശിവഭഗവാനാണ്. സംഹാരവും മംഗളവും നമ്മുടെ ഭൂമിയുടെ ഇതും പ്രപഞ്ചം ഫുള്ള് നിലനിർത്തി പോരുന്നതും ശിവഭഗവാനാണ്. അതായത് ഭൂമി, ഈ ഒരു ഗ്രഹം, ഭൂമി, സ്വർഗം, ഇതൊക്കെ ദേവിയുടെയും ശിവന്റെയും പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ പാട്ടുകൾ കേൾക്കാറില്ലേ? അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനാണ്. അവ ശിവഭഗവാനെയും പറയാറുണ്ട്. ചില സ്ഥലത്ത് വിഷ്ണു ഭഗവാനാണ് ഉയർന്ന ഇതിൽ പറയുന്നത്, ചില സ്ഥലത്ത് ശിവഭഗവാനെയാണ്. പക്ഷെ രണ്ടും ഒരു തത്വത്തിൽ നിന്ന് തന്നെയാണ് രണ്ടും വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതിലേറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. അപ്പം വിഷ്ണുവിൽ നിന്ന് തന്നെയാണ് ശിവൻ വന്നിട്ടുള്ളത്, അപ്പം ശിവനിൽ നിന്ന് തന്നെയാണ് വിഷ്ണു വന്നിട്ടുള്ളത്. അപ്പം ഇതിന് രണ്ടിനെയും നമ്മൾ വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ എന്നോട് കുറേ സംശയങ്ങൾ, ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ഈ എന്താണ് വിഷ്ണു ഭക്തർ, അവരുടെ ഡിഫറൻസ് എന്താണ്, ഇനി അഥവാ കൃഷ്ണ ഭക്തരുടെ ഡിഫറൻസ് എന്താണ്, ശിവഭക്തരുടെ ഡിഫറൻസ് എന്താണ്, ദേവി ഭക്തരുടെ ഡിഫറൻസ് എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് കരുതിയിട്ടും കൂടിയാണ് ഞാൻ വന്നത്. കാരണം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ ദേവി തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ദേവി ആദിപരാശക്തിയാണ്, രാധാറാണിയിൽ നിന്നാണ്, അതായത് ഭഗവാന്റെ ഖാദിനി ശക്തിയായിട്ടുള്ള കൃഷ്ണന്റെ രാധയിൽ നിന്നാണ്. ഭഗവാന്റെ തന്നെ ഖാദിനി ശക്തിയാണ് രാധാറാണി. ഈ രാധാറാണിയിൽ നിന്നാണ് എല്ലാ ദേവിമാരും ഉത്ഭവിച്ചിട്ടുള്ളത്. ലക്ഷ്മി ദേവി രാധാറാണിയിൽ നിന്നാണ്. രാധാറാണിയാണ് ലക്ഷ്മി ദേവി. അപ്പോൾ ആ ലക്ഷ്മി ദേവിയിൽ നിന്ന് തന്നെയാണ് ലക്ഷ്മി ദേവി ഉണ്ടായത്. വൈകുണ്ഠത്തിലെ നാരായണന്റെ കൂടെ ഇരിക്കുന്ന ലക്ഷ്മി ദേവി ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ സരസ്വതി ദേവി, അതുപോലെ പാർവതി ദേവി, ദുർഗാദേവി, ഭദ്രദേവി, എല്ലാം ഈ രാധാറാണിയുടെ പലതരത്തിലുള്ള വേർഷൻസ് ആണ്. അപ്പം രാധാറാണി എന്ന് പറയുമ്പോൾ യോഗമായ എന്ന് പറയും. യോഗമായ അല്ല, ഭഗവാന്റെ ഖാദിനി ശക്തിയാണ്. അപ്പം അതിൽ ദേവിമാരിൽ വരുമ്പോഴാണ് ഈ മഹാമായയുണ്ട്, യോഗമായയുണ്ട്, മോഹമായയുണ്ട്. അപ്പോൾ മോഹമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ലോകത്ത് നമുക്ക് ഓരോരോ എന്താ പറയുക, ഓരോരോ മോഹങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മോഹങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ധനം വേണം, ഒരുപാട് ധനം ആർജിക്കണം, അല്ലെങ്കിൽ വലിയ വീട് വേണം, കാറ് വേണം, സ്വത്തുക്കൾ വേണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങൾ, പല സ്ഥലങ്ങൾ കാണണം, നല്ല ആഹാരങ്ങൾ കഴിക്കണം, നല്ല വസ്ത്രങ്ങൾ വേണം, അങ്ങനെയൊക്കെ സ്വർണം വേണം, ഇങ്ങനെയൊക്കെയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോടുള്ള ആഗ്രഹം, ആ ഒരു ത്വര, അതാണ് മോഹമായ എന്ന് പറയുന്നത്. അതുപോലെ ചില സുന്ദരിമാരെ കാണുമ്പോൾ അതിൽ ലയിച്ചു പോവുക, ചില സുന്ദരന്മാരാണെങ്കിൽ സുന്ദരിമാരെ കാണുമ്പോൾ ലയിച്ചു പോവുക, അല്ലെങ്കിൽ തിരിച്ച്
എന്താ പറയാ, സുന്ദരിമാരെ കാണുമ്പോൾ ലയിച്ചു പോവാ, അങ്ങനെയൊക്കെ വരുന്നതെന്ന് വെച്ചാൽ അതെല്ലാം മോഹമായയിൽ വരുന്നതാണ്. ആ മായയുടെ ഒരു ഡിഫറൻസ് ആയിട്ടുള്ള ഒരു വേർഷനാണ് മോഹമായ എന്ന് പറയുന്നത്. ഇനി മഹാമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ധനം സമ്പാദിക്കുക അങ്ങനെയുള്ള ഒരു ഇത് വരും. അതായത് രാവിലെ ആകുമ്പോഴത്തേക്ക് അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. രാവിലെ ആവുക, പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിയുക, ഭക്ഷണം കഴിക്കുക, അതിനുശേഷം ഓഫീസിൽ പോവുക അല്ലെങ്കിൽ ജോലിക്ക് പോവുക, ജോലി ചെയ്യുക, വൈകുന്നേരം ആവുമ്പോൾ വീണ്ടും തിരിച്ച് വീട്ടിൽ വരിക, വേറെയുള്ള ഒന്നുമില്ല. ഡെയിലി ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ടൂർ പോവുക, അമ്പലങ്ങളിൽ അങ്ങനെയൊക്കെ പോകുന്നത്, അതൊക്കെയാണ് ഈ മഹാമായയിൽ വരുന്നത്. ഇനി യോഗമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയിലേക്ക് നയിക്കുന്നതാണ്. എന്നാൽ കൂടിയും ഈ യോഗമായയും കൂടെ ഇതാവണമെങ്കിൽ, അതിൽ ഉയർന്നിട്ട് ഭഗവാനിലോട്ട് വരണമെങ്കിൽ അവിടെ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ യോഗമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടുതലായിട്ട് ആത്മീയതയിലേക്ക് നയിക്കുന്ന ദേവിയാണ്. ആത്മീയതയിലേക്ക് നയിക്കും. പക്ഷേ ആത്മീയതയിലേക്ക് നയിക്കുന്നുണ്ട് എന്നാൽ കൂടിയും ദേവിയുടെ കൂടെയുള്ള ഒരു ഇതായിട്ടായിരിക്കും നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ അത് ദേവിയുടെ കൂടെ നിന്നതിൽ നിന്നും ഉയർന്നിട്ട് ആ ദേവിയിലേക്ക്, അതായത് ദേവിയെ പോലെയുള്ള ഒരിത്, ആ ഒരു തത്വത്തിൽ വന്നിട്ട് ആ ഭഗവാന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണമെങ്കിൽ അതും ഈ യോഗമായ തന്നെ വിചാരിക്കണം. അപ്പൊ അതിനാണ് നമുക്കൊരു ഗുരു വേണം എന്ന് പറയുന്നത്. അപ്പൊ ദേവിയുടെ ഈ 3 വേർഷൻസ് ആണ് ഏതൊക്കെയാണ് അപ്പൊ നമ്മൾ പഠിച്ചത്? മഹാമായ, യോഗമായ, മോഹമായ. ആദ്യമേ വരുന്ന മോഹമായയാണ്, പിന്നെ മഹാമായ, അതിനുശേഷം ആരാണ്? യോഗമായ. ഓക്കെ. അപ്പോൾ ആ യോഗമായനെയും കൂടെ നമ്മൾ കടക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനിലേക്കുള്ള ആ ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ അതിന് യോഗമായ തന്നെ വിചാരിക്കണം. അങ്ങനെ യോഗമായ തന്നെ വിചാരിക്കണമെങ്കിൽ നമുക്ക് ഒരു ഗുരുവിൻ്റെ ആവശ്യം അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾ കേൾക്കുന്നില്ലേ, ഒരു അണ്ണാറക്കണ്ണനുണ്ട് ഇവിടെ, എപ്പോഴും വന്ന് ഇതേപോലെ ചിലച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഈ അണ്ണാറക്കണ്ണൻ്റെ ഈ ചിലയ്ക്കുന്ന എനിക്ക് കേൾക്കുമ്പോൾ ഓർമ്മ എന്ന് വെച്ചാൽ സീതാദേവി, ശ്രീരാമൻ ആ 3 ഇങ്ങനെ തടവി വിടുമല്ലോ, ആ ഒരിതാണ് എനിക്ക് എപ്പോഴും ഈ അണ്ണാറക്കണ്ണൻ വന്നിങ്ങനെ ചിലയ്ക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് ശിവപാർവതിമാരെ കുറിച്ച് പറയാം. ശിവപാർവതിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ തന്നെ, അതായത് വിഷ്ണുവിൻ്റെ തന്നെ, കൃഷ്ണന്റെ തന്നെ വേറൊരു ഇതാണ്. അതായത് ഭഗവാൻ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ എല്ലാ ദേവീദേവന്മാരും വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ശിവഭഗവാനും വരുന്നുണ്ട്. അതായത് ശിവനും കൃഷ്ണനും വിഷ്ണുവും വേറെയല്ല. പക്ഷേ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതികാരകനാണ്. സ്ഥിതി, അതായത് നമ്മുടെ ലോകത്തെ സംരക്ഷിച്ച് സ്ഥിതി ചെയ്യിപ്പിച്ചു പോകുന്നതാണ്. ഇനി ശിവഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഹാരകാരകനാണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഈ കൃഷ്ണനും ശിവനും തമ്മിൽ, വിഷ്ണുവും ശിവനും തമ്മിൽ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ശിവഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യോഗ, മെഡിറ്റേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ യോഗ, മെഡിറ്റേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശിവ തത്വമായിട്ട് അടുക്കുന്നത്. അപ്പം അതിനത്രയും യോഗ, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുണ്ടലിനി ശക്തിയൊക്കെ ഉണർത്തി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു യോഗ ലെവലിൽ, ആ ഒരു യോഗിക് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ, ആദ്യ യോഗി എന്ന് പറയുന്നത് ശിവഭഗവാൻ. അതായത് ഒരു കൺട്രോളിങ് പവറാണ്. എല്ലാത്തിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം. നമ്മുടെ വികാരങ്ങളെ, നമ്മൾ മായേനെ ഫുള്ളായിട്ട് മാറ്റി നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ മറ്റുള്ള ഭൗതികത, ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ നമുക്ക് ആ ഒരു കൺട്രോളിങ് പവർ ഉണ്ടാവുന്നത്, അതാണ് ശിവ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരിതുണ്ട്. അപ്പം ആ ഒരു ശിവതത്വത്തിൽ വിശ്വസിക്കുക. അപ്പം ശിവഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് ഈ ഭൂതപ്രേത പിശാചുക്കൾ അങ്ങനെയുള്ള ഇതിനെല്ലാം നോക്കി നടത്തുന്നത് അങ്ങനെ ഒരു തലമാണ്. ആ ഒരു തലമാണ് ശിവ തലം എന്ന് പറയുന്നത്. അപ്പോൾ കൈലാസത്തിലാണ് ഭഗവാൻ ഉള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ആ ഒരു ഇത് അത് ആ ഒരു തലമാണ്. കാരണം ഭഗവാൻ ഭൂതഗണങ്ങളുടെ കൂടെയാണ്. ഇപ്പൊ കൈലാസത്തിലാണെങ്കിലും ശിവപാർവതിമാരുടെ കൂടെ ഭൂതഗണങ്ങളൊക്കെ ഉണ്ട്.
അല്ല ഗണപതി ഭഗവാൻ, മുരുകൻ, അതൊക്കെ ഞാൻ ഇനി വരാം. അത് ഓരോരുത്തർക്കും ഓരോ ലോകങ്ങളുണ്ട്. അപ്പോൾ കാർത്തിക ലോകം അങ്ങനെയൊക്കെ പല പല ലോകങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ലോകങ്ങളുണ്ട്. അതായത് ഒരു പാട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അണ്ട ബ്രഹ്മാണ്ട കോടി അഖില പരിപാലക പാവന ജഗത് കാരണ ജയ ദേവ ദേവ പ്രഭോ. അണ്ട ബ്രഹ്മാണ്ട കോടി അഖില പരിപാലക പൂരണ ജഗത് കാരണ ജയ ദേവ ദേവ പ്രഭോ. ഓം ശിവോഹം ഓം ശിവോഹം രുദ്രനാമം ഭജേഹം ഭജേഹം. അതായത് അണ്ടബ്രഹ്മാണ്ട കോടി, അതായത് ഈ ബ്രഹ്മത്തിന്റെ ഫുള്ള് ബ്രഹ്മലോകം, ബ്രഹ്മം, ആ ടോട്ടൽ ഭൂമി, ആ അത്രയും ലോകങ്ങളുടെ അധിപനാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്. അതിനു മുകളിലാണ് വൈകുണ്ഠം, ആ വൈകുണ്ഠത്തിന്റെ അധിപനാണ് വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത്. അതിനും മുകളിലാണ് രാധാകൃഷ്ണ വൃന്ദാവനം, അതിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശ്രീ രാധാകൃഷ്ണന്മാരാണ്. അപ്പോൾ രാധാദേവിയും കൃഷ്ണനുമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓരോ തട്ടുകളുണ്ട്. ബ്രഹ്മലോകമുണ്ട്, കൈലാസമുണ്ട്, പിന്നെ വിഷ്ണുലോകമായ വൈകുണ്ഠമുണ്ട്, അതിന് മുകളിൽ വൃന്ദാവനമുണ്ട്. അങ്ങനെ ഓരോരോ തട്ടുകളായിട്ടാണ് പ്രപഞ്ചത്തിൽ ഓരോരോ തട്ടുകളുണ്ട്. മനസ്സിലായോ? അപ്പം അതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പം ശിവപാർവതിമാരുടെ കഥയാണ് ഇനി പറയാൻ പോണത്. ഇപ്പം ശിവഭക്തിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു യോഗിക് പവറാണ് വേണ്ടത്. അപ്പോൾ അതിൽ വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത്രയ്ക്കും എന്താ പറയുക, നമുക്ക് ആ ഒരു കൺട്രോളിങ് പവർ, അങ്ങനെ യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്തിട്ട് ആ ഒരു ലെവലിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ശിവതത്വത്തിലേക്ക് പോയിട്ട് ആ ഒരു ഇതിൽ ഉയർന്നു വരാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ശിവഭഗവാന്റെ. പിന്നെ അല്ലാതെ നമുക്ക് അത്രയും നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ഭഗവാൻ അതിനുള്ളൊരു അവസരം നമുക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും. അതായത് ഇനി ഭക്തിയിൽ ഉയരാനായിട്ടുള്ള അങ്ങനെ ഭക്തി യോഗയുണ്ട്. അങ്ങനെ പല പല യോഗാസ് ഉണ്ട്. അപ്പം അതിൽ ഭക്തി യോഗയാണ് ഏറ്റവും ഇതെന്ന് പറയുന്നത്. അത് ഭഗവാനോടുള്ള പ്രേമഭക്തിയാണ്. അതിപ്പോൾ ശിവഭഗവാനോടായാലും ദേവിയോടായാലും ആ ഒരു ഭക്തിയാണ്. ഇപ്പം ദേവിയുടെ ഒരു ഇതാണ്, ദേവി ഭക്തരാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേവിയുടെ കൂടെ ആയിരിക്കണം നിൽക്കേണ്ടത്. ദേവിയുടെ കൂടെ സന്തത സഹചാരിയായിട്ട് നിന്നിട്ട്, ഇപ്പൊ ഭദ്ര, ദുർഗ അങ്ങനെയുള്ള ദേവിയൊക്കെ പൂജിക്കുകയാണെങ്കിൽ ആ ദേവിമാർക്ക് പ്രത്യേക ലോകമുണ്ട്. അത് ശിവലോകത്തിൽ തന്നെയുള്ള ഒരു ഡിഫറൻസ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. ശിവലോകത്തിന്റെ തന്നെ അടുത്തല്ല, ശിവലോകത്തിന്റെ തന്നെ കുറച്ചുകൂടി താഴ്ന്ന ഒരു ഇതിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലോകമാണ്. അവിടെ ഭദ്രകാളി ദേവിയുടെ ഇതിൽ വരുന്ന ഭദ്രകാളി, കൂളി അങ്ങനെയൊക്കെ കുറേ ആ ഒരു ഭീകര ഇതിലുള്ള ഒരു ലോകമാണത്. ആ ലോകത്തിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ദേവിയുടെ കൂടെ സന്തത സഹചാരിയായിട്ട് നിൽക്കാം. അപ്പം ഈ ഭൂതപ്രേതാദികൾ, അതായത് അനുസരിക്കാത്ത ആ ഒരു ഭൂതപ്രേതാദികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഇതിനെയൊക്കെ അടക്കി നിർത്തുന്നതും അതിനെയൊക്കെ നിയന്ത്രിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ദേവിക്കുണ്ട്. പിന്നെ ഓരോ ലോകങ്ങളുണ്ട്, തലാതലം അങ്ങനെയൊക്കെയുള്ള ലോകങ്ങളുണ്ട്. അപ്പം ഈ ലോകങ്ങളിലൊക്കെ വന്ന് ഓരോരുത്തരുടെയും കർമ്മത്തിൻ്റെ ഇതിനനുസരിച്ച് ഓരോരുത്തരും ഓരോ ലോകങ്ങളിലായിരിക്കും വരുന്നത്. അപ്പം ആ ലോകങ്ങളിൽ ഉള്ളവരെ നിയന്ത്രിക്കുക, അവർക്ക് ഉള്ള ഇപ്പം നരകലോകങ്ങൾ, അവിടെ വേറെ ദേവി തന്നെ വേറെ കുറച്ച് പേരെ ഏൽപ്പിക്കും. അവരാണ് അവിടെ ഈ നരകലോകങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ശിക്ഷ കൊടുക്കുന്നത്. അപ്പം അതിനാണ് ഈ ദേവി ഭദ്രകാളി എന്ന് പറയാം. അപ്പം ദേവി അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ ഭൂമിയുടെ കരകയാണ്. അപ്പം ഭൂമി സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് അത് ദേവിയും അതുപോലെ തന്നെ ദേവിയുടെ സന്തത സഹചാരികളായ അപ്പോൾ പല ഇതുണ്ട്. യക്ഷിയമ്മ, പിന്നെ നാഗദൈവങ്ങൾ, ആ നാഗദൈവങ്ങൾ അങ്ങനെയൊക്കെയുള്ളവരാണ് ഈ ഭൂമിയിൽ ദേവിയുടെ കൂടെ നിന്നിട്ട് അതിനെ സംരക്ഷിച്ചൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം ഈ ഭൂമിയിലെ കാര്യങ്ങൾ, ഇപ്പം ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഓരോ സംഭവങ്ങൾ ഉണ്ടാവുന്നത്, മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ ചൂട് കാലാവസ്ഥ വരുന്നത്, ഇതൊക്കെ നമുക്ക് പല പ്രകൃതിയിൽ മാറി മാറി വരുന്നത് അത് ഓരോരുത്തരുടെ കർമ്മഫലങ്ങൾ അനുസരിച്ചിട്ട് ദേവി നമുക്ക് തരുന്നതാണ്.
അപ്പം നമ്മുടെ ഈ കർമ്മം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം കർമ്മം തെറ്റായിട്ടുള്ള കർമ്മമാണ് പ്രവർത്തിക്കുന്നതുണ്ടെന്നുണ്ടെങ്കിൽ ദേവി അതിനുള്ള ഒരു ശിക്ഷ പോലെ നമുക്ക് തരുന്നതായിരിക്കും. അപ്പം ആ തെറ്റായിട്ടുള്ള കർമ്മത്തിൽ നിന്ന് മാറി നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭൂമിയിൽ നല്ലത് സംഭവിക്കുന്നതാണ്. അപ്പം ആ ഒരു ഇതാണ് ദേവിയുടെ തത്വത്തിൽ വരുന്നതെന്ന് പറയുന്നത്. അപ്പം ദേവി അതൊക്കെയാണ്. പിന്നെ നമ്മുടെ സ്വത്ത് അതായത് നമുക്ക് സമ്പൽ സമൃദ്ധി, നമുക്ക് ഐശ്വര്യം, ഇതൊക്കെ തരുന്നതാണ്. ആദിപരാശക്തിയാണ്, പാർവതി ദേവിയാണ്. നമുക്കത് ഭഗവാൻ ആ ഒരു ഡ്യൂട്ടി ദേവീനെ ഏൽപ്പിച്ചിരിക്കുന്നത് അതാണ്. അതായത് ഭൂമിയിലുള്ളവർക്ക് സമ്പത്ത്, ഐശ്വര്യങ്ങൾ ഇതെല്ലാം കൊടുക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഐശ്വര്യങ്ങൾ കൊടുക്കുമ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് അവർ വീണ്ടും ആ ഭൂമിയിൽ പിടിച്ചു നിർത്തിയാണ്. അപ്പോൾ ഇവർക്ക് വീണ്ടും ജനിക്കേണ്ടി വരും. ഭൂമിയിൽ വന്ന് ജനിച്ചിട്ട് അങ്ങനെയുള്ള ഇതാണ്. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഭൂമിയിൽ ഒരു ജന്മം വേണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭൂമിയിൽ അത്രയും സന്തോഷിച്ച് ജീവിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജീവിതം ഭൂമിയിൽ ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തീർച്ചയായിട്ടും ദേവീനെയാണ് ഭജിക്കേണ്ടത്. ശിവപാർവതിമാരെ നമുക്ക് ഭജിക്കാം. അത് ശിവനെ മാത്രം ഭജിക്കുമ്പോൾ നമുക്ക് ശിവന്റെ ഭൂതഗണങ്ങളുടെ കൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒരു ആ ഒരു ലോകത്ത് നമുക്ക് കിട്ടാം. പക്ഷെ അതിനും അത്രയ്ക്കും ക്വാളിറ്റി വേണം. നമുക്ക് അത്രയും ഒരു അത്രയും നമ്മളൊരു ക്വാളിഫൈഡ് ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് കിട്ടുകയുള്ളൂ. പക്ഷെ പറയുന്നുണ്ട് ഭഗവാൻ എല്ലാവരും സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഭഗവാൻ എല്ലാവരും സ്വീകരിക്കും, ഭഗവാന് കൂടെ നിർത്തും ശിവഭഗവാൻ. എന്നാൽ കൂടി നമ്മുടെ അതായത് നമ്മുടെ നല്ല കർമ്മങ്ങളൊക്കെ അവസാനിച്ചു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഭൂമിയിൽ വന്ന് ജനിച്ചിട്ട് അതിൻ്റെ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം അതാണ് ആ ഒരു ശിവ പാർവതി തത്വം എന്ന് പറയുന്നത്. പിന്നെ പാർവതി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ദക്ഷന്റെ പുത്രിയായിരുന്നു. ദക്ഷ മഹാരാജാവിൻ്റെ പുത്രിയായിരുന്നു. ദാക്ഷായണി എന്നായിരുന്നു. അപ്പം ദേവി ഇതുപോലെ ദേവിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷ്ണു ഭക്തനായിരുന്നു. അപ്പം വിഷ്ണു ഭക്തനായിരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭഗവാൻ ഉണ്ടല്ലോ ഓൾറെഡി. അപ്പം വിഷ്ണുവിൽ നിന്ന് തന്നെയാണ് ശിവൻ ഉണ്ടായത് എന്നുള്ളൊരു ബോധം ഈ ദക്ഷനില്ലായിരുന്നു. അപ്പം ദക്ഷന് എപ്പോഴും ആ ശിവനോടൊരു വെറുപ്പ് സൂക്ഷിച്ചിരുന്നു. നമ്മൾ ഒരിക്കലും ആരും ആ ഒരു വെറുപ്പ് സൂക്ഷിക്കാൻ പാടില്ല. കാരണം വിഷ്ണുവിൽ നിന്ന് തന്നെയാണ് ശിവഭഗവാൻ ഉണ്ടായത്. അപ്പം ശിവനിൽ ആ ഒരു ഇത് തന്നെയാണ് വിഷ്ണുവിൽ. അപ്പം ഒരിക്കലും ഹരിയും ഹരനെയും വേർതിരിച്ച് കാണാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം ഈ ദക്ഷൻ അതറിയില്ലായിരുന്നു. ദക്ഷൻ എന്ത് ചെയ്തു, പാർവതി ദേവി അല്ല, സതീദേവിയാണ്. സതീദേവി ദാക്ഷായണി ദേവി. അപ്പം ദേവി ഇതുപോലെ എന്ത് ചെയ്തു, ഭഗവാനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഭഗവാൻ തപസ് ചെയ്ത സ്ഥലത്തൊക്കെ ദേവി പോയിട്ട് അവിടെ ചെന്ന് ഭഗവാന് ഫലങ്ങൾ അർപ്പിക്കുക, പൂക്കൾ അർപ്പിക്കുക. എപ്പോഴും ഭഗവാന്റെ ആ ഒരു ശിവഭഗവാന്റെ ആ ഒരു ചിന്തയിൽ തന്നെയായിരുന്നു സതീദേവി ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ദക്ഷൻ ഇത് അറിഞ്ഞു. അപ്പം ദക്ഷൻ ഇതേപോലെ വേറെ രാജ്യത്തുള്ള രാജകുമാരന്മാർക്കൊക്കെ വേണ്ടിയിട്ട് ദേവിനെ ആരെങ്കിലും സ്വയംവരം ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിച്ച സമയത്ത് പാർവതി ദേവി പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഇതേപോലെ ശിവഭഗവാനെയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മുകളിലിരുന്ന് ലക്ഷ്മി നാരായണന്മാർ പോലും അവരുടെ ആ ഒരു പ്രേമത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗിയാണ്, ഒരിക്കലും സന്യാസി പോലെയാണ്. അതായത് ഒരിക്കലും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. അത്രയ്ക്കും ഒരു ശക്തിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിന്ന് സ്തംഭനം കൊള്ളുന്ന ആ ഒരു ഇതാണ്. അത്രയ്ക്ക് പവറാണ് ശിവൻ എന്ന് പറയുന്നത്. അപ്പം ആ ഭഗവാൻ ഒരിക്കലും ഒരു വിവാഹത്തിന് തയ്യാറാവില്ല. പക്ഷെ സതീദേവി എന്ന് പറഞ്ഞൊരു മനുഷ്യ സ്ത്രീ പോലെയാണ്, രാജാവിൻ്റെ മകൾ. അപ്പം അങ്ങനെ ഒരു ഇത് ആണ്. അപ്പം അതും ഒരു ഡൗട്ടായിട്ട് ഉണ്ടായിരുന്നു. കാരണം ശിവഭഗവാനെ വിവാഹം കഴിച്ച് എങ്ങനെ ഒരു മനുഷ്യ സ്ത്രീയില്ല നിന്ന് ദേവിയിലേക്ക് വരാനുള്ള ആ ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇതും ഡൗട്ടും ഉണ്ടായിരുന്നു. എന്നാൽ തന്നെ എല്ലാവരും സപ്പോർട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവഭഗവാൻ ഒരു യോഗി ആയതുകൊണ്ട് തന്നെ ഭഗവാനെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ദേവിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായപ്പോൾ അത് എല്ലാ ദേവന്മാരും, വിഷ്ണു ഭഗവാനും എല്ലാ വിഷ്ണുവും എല്ലാവരും
എല്ലാവർക്കും അത് ദേവന്മാർക്കെല്ലാം സ്വർഗ്ഗലോകത്തുള്ള ഇന്ദ്രന് സൂര്യദേവന് എല്ലാ ദേവന്മാർക്കും അതിൽ സപ്പോർട്ടായിരുന്നു. അതിൽ ദേവി അവരെ ഭഗവാനെ വിവാഹം കഴിക്കുന്നതിൽ അവർക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ദക്ഷൻ മാത്രം എതിർത്തു. ദക്ഷൻ നല്ല രീതിയിൽ എതിർത്തു. പക്ഷേ പാർവതി ദേവിക്ക് ഭഗവാന് തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പാർവതി ദേവിയുടെ തന്നെ അവതാര സതീദേവി, ആദ്യമേ സതീദേവിയാണല്ലോ, പിന്നെയാണ് പാർവതിയിലോട്ട് വരുന്നത്. അങ്ങനെ സതീദേവി ഭഗവാനെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചിട്ട് കൈലാസത്തിൽ പോയി. അപ്പോൾ കൈലാസത്തിൽ പോയി കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ദക്ഷൻ ഒരു വലിയ യാഗം വെക്കുമായിരുന്നു. ദക്ഷയാഗം, വലിയൊരു യാഗം നടത്തി. അപ്പോൾ ആ യാഗത്തിൽ ദക്ഷൻ എല്ലാവരെയും വിളിച്ചു. വിഷ്ണു ഭഗവാനെയും ബ്രഹ്മാവിനെയും മറ്റു ദേവീദേവന്മാരെ എല്ലാവരെയും ക്ഷണിച്ചു. പക്ഷേ യക്ഷന്മാരെ, ഗന്ധർവന്മാരെ, കിന്നരന്മാരെ, അങ്ങനെ എല്ലാവരെയും ആരെയൊക്കെ ക്ഷണിക്കാമോ അവരെ എല്ലാവരെയും ദക്ഷൻ ക്ഷണിച്ചു. പക്ഷേ ശിവപാർവതി സതീദേവിയെ മാത്രം ക്ഷണിച്ചില്ല. അപ്പോൾ സതീദേവി ഇത് അറിഞ്ഞിട്ട് വളരെയധികം സങ്കടപ്പെട്ടു. എന്നിട്ട് വിചാരിച്ചു, എൻ്റെ പിതാവ് എന്താണ് എന്നെ മാത്രം ഈ ഒരു യാഗത്തിന് ക്ഷണിക്കാതിരുന്നത്? പിതാവിന് എന്നോട് ഇത്രയും ഇത് തോന്നേണ്ട ആവശ്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് എന്നെ മാത്രം ക്ഷണിച്ചില്ല എന്നുള്ളൊരു ദുഃഖം സതീദേവിക്കുണ്ടായി. അങ്ങനെ സതീദേവി ശിവഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, എനിക്കിതുപോലെ അച്ഛനെ അമ്മയും കാണണം. കാരണം ഒരു വലിയ യാഗം നടത്തുന്നുണ്ട്, നമ്മളെ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ പുത്രിയാണല്ലോ. അപ്പോൾ എനിക്ക് എന്തായാലും ഒന്ന് പോയി കാണണം, കണ്ട് എനിക്ക് ആ യാഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശിവഭഗവാൻ പറഞ്ഞു, വേണ്ട, നീ പോവരുത് സതീദേവി. കാരണം പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നാതെ എന്നെ വെറുപ്പാണ്. എന്നെ പല രീതിയിലാണ് അദ്ദേഹം എന്നെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നീ പോയി കഴിഞ്ഞാൽ നിനക്ക് തീർച്ചയായിട്ടും അപമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ അപമാനം ഉണ്ടാവുകയാണ്, ദേവി പറയാണ്, എനിക്കങ്ങനെ അപമാനം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കത്തി ഭസ്മം ആവുന്നതായിരിക്കും, ഞാൻ പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് പറയും. അപ്പോൾ ശിവഭഗവാൻ അത്രയും തടയും, പോവണ്ട എന്ന് പറഞ്ഞ് അത്രയും ഭൂതഗണങ്ങളെ എല്ലാവരും തടയും, നന്ദിയും ഒക്കെ തടയും ദേവീനെ. പക്ഷെ ദേവി കേൾക്കില്ല. ദേവിക്ക് ആ ഇതിന് പോകണമെന്ന് തന്നെയായിരുന്നു. കാരണം അവിടെ ഭർത്താവിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്നാൽ കൂടിയും ആ മനസ്സിൽ ആ ഒരു യാഗശാലയും അച്ഛനെയും അമ്മയും കാണണം, മാതാവിനെ കാണണം എന്നുള്ളൊരു ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ദേവി അവിടെ യാഗശാലയിൽ പോവുകയും അവിടെ ചെന്നുടനെ ദക്ഷൻ ഇറങ്ങി വന്നിട്ട് ഭസ്മധാരിയായ എന്താ പറയാ, ആ കാട്ടിൽ വസിക്കുന്ന ആ പുലിത്തോലെടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജടാധാരിയായ ആളുടെ പത്നിയായ നീ എന്തിനിവിടെ വന്നു എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഇങ്ങനെ കുറെ അത് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകത്തിൽ. അപ്പം അതിലിങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ശിവപുരാണത്തിൽ ഇതിൽ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നീ എന്തിനാണ് ഇവിടെ എൻ്റെ യാഗത്തിൽ വന്നത്, അങ്ങനെ നീ വരേണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് ഘോരമായിട്ടുള്ള അപമാനം എന്ന് പറഞ്ഞ ദേവിക്ക് ഘോരമായിട്ടുള്ള ഒരു അപമാനമാണ് ദക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും തടയുന്നുണ്ട്. മറ്റുള്ള വിഷ്ണു ഭക്തരും മറ്റുള്ള ദേവി ഭക്തരും ശിവഭക്തരും ഒക്കെ അവിടെ ഉണ്ട്, ഋഷിമാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഈ ദക്ഷനെ തടയുന്നുണ്ടെങ്കിലും ദക്ഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? നാരദമുനി ഇടയ്ക്ക് വന്ന് പറയുന്നുണ്ട്, വിഷ്ണുവിന്റെ തന്നെ ഇതാണ് തത്വം തന്നെയാണ് ശിവഭഗവാനും, ഒരിക്കലും ഭഗവാനെ ഇത്രയും അപമാനിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദക്ഷൻ അത് കേൾക്കുന്നില്ല. ദക്ഷൻ അത്രയ്ക്കും എന്താ പറയാ, അയാൾ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിയിൽ അയാൾ ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ അപമാനിക്കുകയാണ്. അങ്ങനെ ഈ അപമാനം സഹിക്കവയ്യാതെ ദേവിക്ക് അപ്പൊ ദേവി ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, സതീദേവി എന്നെ അപമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ശിവഭഗവാന്റെ അടുത്തേക്ക് പോവില്ല എന്നുള്ളതുണ്ട്. അങ്ങനെ ദേവി എന്ത് ചെയ്യണം, അത്രയ്ക്കും കരഞ്ഞിട്ട് സ്വന്തം ശരീരം സതീദേവി തൻ്റെ സ്വന്തം ശരീരം അഗ്നിക്ക് ഇരയാക്കുകയാണ്. അഗ്നിദേവനെ വിളിച്ചിട്ട് അഗ്നിയിൽ ദേവി ശുദ്ധീകരിക്കുകയാണ്. അഗ്നിയിൽ ദേവി കത്തി അമരുകയാണ്. അങ്ങനെ കത്തി അമരുമ്പോൾ ആ ഒരു ഇത് ഭഗവാൻ അവിടെ അറിയുകയും അങ്ങനെ ശിവഭഗവാൻ പെട്ടെന്ന് തന്നെ തൻ്റെ ഒരു എന്താ പറയാ മുടിയിൽ നിന്നൊരു ജട പറിച്ചിട്ട് ആ ദേഷ്യത്തിൽ ഇങ്ങനെ എറിയുകയും അതിൽ നിന്നാണ് ഒരു ഭൈരവമൂർത്തി ഉണ്ടാവുന്നത്, കാലഭൈരവൻ. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
അങ്ങനെ ആ ഭൈരവൻ വന്നിട്ട് അവിടെ വന്നിട്ട് എന്താ പറയാ ആ യജ്ഞശാല, അപ്പോൾ ആരാ ഒരാള്, ഒരു ദക്ഷൻ എന്ന് പറയുന്ന ഒരു മഹാരാജാവ്, ആ ഒരു ഒറ്റ ആള് ചെയ്ത ആ ഒരു പാപത്തിന്റെ ഫലമാണ് ബാക്കിയുള്ള ആ യജ്ഞശാലയിലുള്ള ബാക്കി എല്ലാവരും അനുഭവിച്ചത്. അപ്പം വിഷ്ണു ഭഗവാൻ ഇങ്ങനെ വിഷമിക്കുകയാണ്. വിഷ്ണു ഭഗവാൻ ശിവഭഗവാന്റെ അടുത്ത് പോയി അടക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എന്നിട്ട് ശിവഭഗവാൻ അവിടുന്ന് വരെയാണ്, ഇറങ്ങി വന്നിട്ട് അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, എന്നിട്ട് ഈ കാലഭൈരവനിൽ നിന്ന് തന്നെ ഭദ്രകാളി ദേവിയും വരെയാണ്. അങ്ങനെ ഭദ്രകാളി ദേവിയും കാലഭൈരവനും കൂടി അവിടെ എല്ലാം നശിപ്പിക്കുകയാണ്, മൊത്തത്തിൽ നശിപ്പിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ കാലഭൈരവൻ വന്നിട്ട് ഈ ദക്ഷന്റെ തല ഇങ്ങനെ അറുത്തിടുകയാണ്. തല അറുത്തിട്ട് ദക്ഷൻ ഇങ്ങനെ തലയില്ലാതെ നിൽക്കുമ്പോൾ ദക്ഷന് ആടിന്റെ തലയാവുകയാണ്. അങ്ങനെ ആടിന്റെ തല കൊണ്ട് വെച്ച് കൊടുക്കും. അപ്പം എന്നിട്ട് ആ ആടിന്റെ തലയിൽ അപ്പം സംസാരിക്കാൻ കഴിയുന്നില്ല, ആടിനെ പോലെയുള്ള ഇതായിപ്പോയി. അപ്പം അത്രയും ഒരു ദേഷ്യമായി. അങ്ങനെ ശിവഭഗവാൻ വരെയാണ്. ശിവഭഗവാൻ വന്നിട്ട് ഇങ്ങനെ ദക്ഷനോട് പറയുകയാണ്, എൻ്റെ പത്നിയെ ഇങ്ങനെ ഇതാക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? എൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഇതാക്കുന്നത്? നിങ്ങൾ വിഷ്ണു ഭക്തനാണ്, നിങ്ങൾ കൃഷ്ണഭക്തനാണ്, പക്ഷെ നിങ്ങൾ വിഷ്ണു ഭക്തനാണെങ്കിൽ കൂടിയും ഈ വിഷ്ണുവിൽ നിന്ന് തന്നെയാണ് ഞാനും ഉണ്ടായത്. എന്നെ ഇങ്ങനെ അപമാനിച്ച് എന്നെ അപമാനിച്ചത് എനിക്ക് പ്രശ്നമില്ല, പക്ഷേ എൻ്റെ പത്നിയെ, നിങ്ങളുടെ മകളാണെങ്കിൽ കൂടി എൻ്റെ പത്നിയാണ്, എൻ്റെ പത്നിയെ നിങ്ങൾ ഇങ്ങനെ ക്രൂരമായിട്ട് ഇങ്ങനെ ചെയ്ത് സ്വയം ഇതാക്കി മരണത്തിലേക്ക് തള്ളി വിടുന്നു പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭഗവാൻ ദേഷിച്ച് കരഞ്ഞ് ഭഗവാൻ ആ സതീദേവിയുടെ ഇത് ഇങ്ങനെ ശരീരം ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ശരീരം എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് വിഷ്ണു ഭഗവാൻ പെട്ടെന്ന് വരികയാണ്. വിഷ്ണു ഭഗവാൻ വന്നിട്ട് പറയുകയാണ്, മാപ്പ് കൊടുക്കൂ ഭഗവാനെ, മാപ്പ് കൊടുക്കൂ. അപ്പോഴൊന്നും മാപ്പ് കൊടുക്കുന്നില്ല. എന്നിട്ട് ഭഗവാന് ഒരു ഭ്രാന്തമായിട്ട് ഭഗവാൻ ഈ ദേവിയുടെ ശരീരം എടുത്തുകൊണ്ട്, സതീദേവിയുടെ ശരീരം എടുത്തുകൊണ്ട് അലറി കരഞ്ഞുകൊണ്ട് അത് ഒരു എന്താ പറയാ, അത്രയ്ക്കും സ്നേഹം, ഭർത്താവ് അത്രയും എന്തുമാത്രം ഭാര്യയോട് അത്രയും സ്നേഹം ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ഇതാണ് ഭഗവാൻ അവിടെ കാണിച്ചത്. അത്രയ്ക്കും എന്താ പറയാ, ഭ്രാന്തമായിട്ട്, അത്രയും എന്താ പറയാ, ഒരു ഇതിലില്ലാത്ത അത്രയും ഭ്രാന്തമായിട്ട് അലറി കരഞ്ഞുകൊണ്ട് ആ ശവശരീരം എടുത്തോണ്ട് ആ ശിവഭഗവാൻ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം നടുങ്ങുകയാണ്. ബ്രഹ്മാണ്ടങ്ങളിൽ ഇങ്ങനെ അഗ്നി വീഴുന്നു, ഭൂമിയെല്ലാം ഇങ്ങനെ പിളറുന്നത് പോലെ മൊത്തത്തിൽ അങ്ങനെ സമുദ്രങ്ങളെല്ലാം പൊങ്ങി ഇങ്ങനെ സുനാമി പോലെ അങ്ങനെ വരുന്നു. അങ്ങനെ പ്രപഞ്ചം തന്നെ നശിച്ചു പോകുമെന്നുള്ളൊരു സിറ്റുവേഷനായി. അപ്പം അത്രയും, കാരണം പ്രപഞ്ചനാഥനാണല്ലോ ശിവഭഗവാൻ എന്ന് പറയുന്നത്. അപ്പം വിഷ്ണു ഭഗവാൻ തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അത്രയ്ക്കും പ്രപഞ്ചം തന്നെ നശിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വരെയാണ്. അപ്പോൾ വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് തന്നെ നാരദമുനി എല്ലാവരും വരെയാണ്, ബ്രഹ്മാവ് വരെയാണ്. അപ്പോൾ പറയാണ്, ഇത് ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് നടന്ന് കഴിഞ്ഞാൽ ആ ഒരു ഭ്രാന്ത അവസ്ഥയിലായിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ, ഈ ലോകം തന്നെ മൊത്തത്തിൽ നശിച്ചു പോകും, എല്ലാ ജീവജാലങ്ങളും എല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് ഭഗവാനെ എന്തെങ്കിലും രക്ഷ ചെയ്യൂ എന്ന് പറയാണ്. അങ്ങനെ വിഷ്ണു ഭഗവാൻ തന്നെ സുദർശന ചക്രം എടുക്കുകയും ആ സുദർശന ചക്രം എടുത്ത് കാരണം സതീദേവിയുടെ ആ ശരീരം, ആ മൃതശരീരം ഇല്ലാതാക്കിയാൽ മാത്രമേ ഭഗവാൻ അടങ്ങുള്ളൂ. അപ്പം ആ മൃതശരീരം ഇങ്ങനെ ഇല്ലാതാക്കുമ്പോഴത്തേക്ക് ദേവിയുടെ ഓരോ പീസസ് ആയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വീഴും. അവിടെയെല്ലാം ഓരോ ക്ഷേത്രങ്ങൾ ഉണ്ടാവുകയാണ്. അവിടെ ദുർഗാദേവിയായിട്ട് ദുർഗയായിട്ടും ഭദ്രയായിട്ടും അങ്ങനെ ദേവിയുടെ ഓരോരോ ക്ഷേത്രങ്ങളുണ്ട്. അതായത് ദേവിയുടെ ഓരോരോ ശരീരഭാഗങ്ങളും വീഴുന്നത് ഓരോരോ പീഠങ്ങളാവുകയാണ്, ശക്തിപീഠങ്ങളാവുകയാണ്. അങ്ങനെ ശിവഭഗവാൻ അപ്പം എന്നിട്ടും അടങ്ങുന്നില്ല, അങ്ങനെ കരയുകയാണ്. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ ഇതായി ഒന്ന് അടങ്ങും, ഭഗവാൻ അടങ്ങും. എന്നാലും ആ മനസ്സിലായതുകൊണ്ട് എന്നിട്ട് തിരിച്ച് ആ ദക്ഷന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവരെയും അവിടെ വന്നിട്ട് ദക്ഷൻ അത്രയ്ക്കും കരഞ്ഞ് മാപ്പ് ചോദിക്കുകയും പിന്നീട് ഭഗവാൻ ശാന്തനാവുകയും എന്നിട്ട് ശിവഭഗവാൻ ഈ ദക്ഷന് മാപ്പ് കൊടുക്കുകയാണ്. ആടിന്റെ തല മാറ്റിയിട്ട് വേറെ ഒരു സ്വന്തം ഇതാവുകയാണ്. അങ്ങനെ ആ ഒരു ശാപമോക്ഷം ദക്ഷന് കൊടുക്കുകയാണ്. ഭഗവാൻ അത്രയും കാരുണ്യവാനാണ്. അപ്പോൾ ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്രയും ഇതാണ്.
ഭാര്യയോട് അത്രയും സ്നേഹമുള്ള അത്രയും ഈ ശ്രീരാമനെ പോലെ തന്നെ ആണ്. ഈ ശ്രീരാമൻ ഏകപത്നി വ്രതനാണല്ലോ, അതുപോലെ തന്നെയാണ്. അപ്പം ഭഗവാൻ അത്രയും സതീദേവിയോട് അത്രയും സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഈ ഭഗവാൻ നേരെ കഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കുകയാണ്. ഘോരമായിട്ടുള്ള തപസ്. ഒരു കൊടും കാട്ടിൽ പോയിരുന്നിട്ട് ഘോരമായിട്ടുള്ള ഭക്ഷണം ഒന്നും കഴിക്കില്ല, വെള്ളം ഒന്നും കുടിക്കില്ല, അത്രയ്ക്കും ഇതായി തപസ് അനുഷ്ഠിച്ച് ജടാധാരിയായി അങ്ങനെ കഠിന തപസ് എന്ന് പറഞ്ഞാൽ ഘോര തപസ്. ശിവഭഗവാൻ അത്രയും ഘോര തപസ് അനുഷ്ഠിക്കുകയാണ്. അപ്പൊ ഈ തപസ് അനുഷ്ഠിക്കുന്ന സമയം പോലും പ്രപഞ്ചത്തിൽ വളരെയധികം വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവന്മാരെല്ലാം വന്നിങ്ങനെ പരാതി പറയുകയാണ്, വിഷ്ണു ഭഗവാനോട് പറയാണ്, ശിവഭഗവാൻ ഇങ്ങനെ ഇത് എപ്പോഴും ഇങ്ങനെ തപസ് അനുഷ്ഠിച്ചുകൊണ്ട് ആ ദേവിയുടെ ആ ഒരു ഇതിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ഭൂലോകത്തിന്റെ, നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഇത് എന്താവും ഭഗവാനെ എന്ന് പറഞ്ഞ് വിഷ്ണു ഭഗവാനോട് ചെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതും വിഷ്ണു ഭഗവാൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താരകാസുരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ദുഷ്ടനായ ഒരു അസുരൻ ഉണ്ടാവുന്നത്. ആ ഒരു അസുരൻ ഇങ്ങനെ ഭഗവാന്റെ വരം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണം, സ്വർഗലോകങ്ങളും ദേവന്മാരെ എല്ലാം അടക്കി വാണ്, ദേവന്മാരെ എല്ലാം അടിച്ചോടിച്ച് അങ്ങനെ ആ ലോകങ്ങളെല്ലാം കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ താരകാസുരൻ ഒരു വരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. വരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ശിവപാർവതിമാരുടെ, അതായത് അങ്ങനെയല്ല, ശിവഭഗവാൻ ഇപ്പൊ പാർവതി ദേവീനെ അറിയില്ലല്ലോ, അപ്പൊ ശിവഭഗവാൻ വിവാഹം കഴിച്ചാൽ, വിവാഹിതനായാൽ മാത്രമേ ആ വിവാഹിതനായി ശിവഭഗവാനിൽ ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് മാത്രമേ എന്നെ വധിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വരമാണ് ഈ താരകാസുരൻ വാങ്ങുന്നത്. അപ്പം അങ്ങനൊരു വരം ഒരിക്കലും ശിവഭഗവാൻ വിവാഹം കഴിക്കില്ല എന്നുള്ളൊരു ഇതിലാണ് ഈ ദുഷ്ടനായ അസുരൻ താരകാസുരൻ ഇങ്ങനെ ഒരു വരം ചോദിക്കുന്നത്. പക്ഷേ ശിവഭഗവാൻ വിവാഹം കഴിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ഇയാൾക്ക് അറിയില്ല. അതുകൊണ്ട് ഈ അസുരൻ അങ്ങനെ ഒരു വരം ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാ ദേവന്മാരും നാരദമുനി എല്ലാവരും വന്നിട്ട് വൈകുണ്ഠത്തിൽ വന്നിട്ട് വിഷ്ണു ഭഗവാനോട് പരാതി പറയുകയാണ്, ഭഗവാനെ ഇതുപോലെ ശിവഭഗവാൻ വിവാഹം കഴിച്ചാൽ മാത്രമല്ലേ പുത്രൻ ഉണ്ടാവുകയുള്ളൂ, ആ പുത്രന് മാത്രമല്ലേ ഈ ദുഷ്ടനായ താരകാസുരനെ വധിക്കാൻ കഴിയുള്ളൂ, അതുകൊണ്ട് ഭഗവാനെ എങ്ങനെയെങ്കിലും ഭഗവാനെ കൊണ്ടുവന്ന് വിവാഹം കഴിപ്പിക്കുമോ, അതിനാരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പോൾ വിഷ്ണു ഭഗവാൻ ഒന്ന് പുഞ്ചിരി തൂക്കിയിട്ട് പറയാണ്, അങ്ങനെ ഒരു ദേവി വരുന്നുണ്ട്, അങ്ങനെ ഒരു ദേവിയുണ്ട്, അത് ഹിമവാന്റെയും മേനയുടെയും പുത്രിയായിട്ടുള്ള ഹൈമവതി പാർവതി ദേവിയാണ്. അതായത് സതീദേവിയുടെ അവതാരമാണ്. സതീദേവി തന്നെയാണ് പാർവതി ദേവി. അപ്പൊ സതീദേവിയുടെ അവതാരമായിട്ട് പാർവതി ദേവി ജനിച്ചിട്ടുണ്ട്. ആ പാർവതി ദേവി ആണ് ഭഗവാനെ വിവാഹം കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ശിവഭഗവാൻ വിവാഹം കഴിക്കുകയും അവർക്ക് കാർത്തികേയൻ എന്ന് പറയുന്ന ഒരു പുത്രൻ ജനിക്കുകയും ആ കാർത്തികേയൻ ഈ പറയുന്ന താരകാസുരനെ വധിക്കുകയും ചെയ്യുകയാണെന്ന് ഭഗവാൻ പറയും. അങ്ങനെ ഈ ഹിമവാന്റെ പുത്രിയായ ദേവി ആദിപരാശക്തി പാർവതി ദേവി വളരെ സുന്ദരിയാണ്, അതിസുന്ദരിയാണ് ഭഗവതി ദേവി. അപ്പോൾ ദേവി ഇങ്ങനെ ഇതുപോലെ തന്നെ കാട്ടിലൂടെ പോകുമ്പോഴത്തേക്ക് ശിവഭഗവാനെ കാണുകയും അപ്പോൾ പഴയ പോലെ തന്നെ ശിവഭഗവാനോട് ആ ഒരു പ്രേമം, ആ ഒരു ഇതുണ്ടാവുകയും ആ ഒരു ഭക്തിയും പ്രേമവും ഉണ്ടാവുകയും ദേവി ഭഗവാൻ വേണ്ടി ഘോര തപസ് അനുഷ്ഠിക്കുന്നിട്ടും ശിവഭഗവാൻ കണ്ണു തുറക്കുന്നില്ല. ശിവഭഗവാൻ പാർവതി ദേവിയെ നോക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ദേവി അത്രയും എന്താ പറയാ, വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ അത്രയും, അതാണ് ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞൊരിതുണ്ട് ദേവിയുടെ. അപ്പൊ ആ ദേവിയുടെ ഇതാണ്. അങ്ങനെ വെള്ളം പോലും കുടിക്കാതെ ആഹാരം ഒന്നും ഇല്ലാതെ ദേവി ഇങ്ങനെ കഠിന തപസ്സെടുക്കുകയാണ്. ശിവഭഗവാന് വേണ്ടിയിട്ട് അത്രയ്ക്കും ഘോരമായിട്ടുള്ള തപസ്സെടുക്കുകയാണ്. അപ്പം ദേവിയുടെ അവസ്ഥ അത്രയ്ക്കും മോശമായി. അങ്ങനെ ഇരിക്കുമ്പോൾ നാരദമുനി വന്നിട്ട് വിഷ്ണു ഭഗവാനോട് പറയും, ഭഗവാനെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ദേവിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോവും, കാരണം ദേവീനെ ഭഗവാൻ ഒന്ന് നോക്കുന്ന പോലും ഇല്ല എന്ന് പറയും. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറയും, അതിന് എന്താ ഒരു വഴി, നാരദൻ തന്നെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തൂ എന്ന് പറയും. കാരണം ഭഗവാൻ അറിയാം, ശിവഭഗവാൻ അങ്ങനെയൊന്നും അത്ര പെട്ടെന്നൊന്നും എന്താ പറയാ, അങ്ങനെ ഈ തപസ്സിൽ നിന്ന് ഇതാക്കാൻ കഴിയില്ല എന്നുള്ളത് അറിയാം.
അങ്ങനെ വിഷമിച്ചിട്ട് നാരദമുനി ഇങ്ങനെ പോകും. അപ്പൊ നാരദമുനിയുടെ ബുദ്ധിയിൽ ഇങ്ങനെ ഒരു ചിന്ത ഉദിക്കുകയാണ്. കാമദേവന്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ ആ ഒരു ഭഗവാന്റെ ഉള്ളിൽ ആ ഒരു ഇത് കാമം ജനിക്കുകയും പാർവതി ദേവിയോട് അങ്ങനെ ഒരു ജനിക്കുകയും അങ്ങനെ പാർവതി ദേവിനെ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് വിചാരിക്കും. അങ്ങനെ ഈ നാരദമുനി എന്ത് ചെയ്യണം? നാരദമുനി നേരെ കാമദേവന്റെ അടുത്ത് പോവുകയാണ്. കാമദേവന്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്, ഇതുപോലെ ശിവഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് പാർവതി ദേവി ഇരിപ്പുണ്ട് അവിടെ. അപ്പം ഭഗവാൻ അതിൽ നിന്ന് ഉണരുന്നില്ല. അതുകൊണ്ട് ശിവഭഗവാനെ പോയി അതായത് കാമബാണം എന്ന് പറഞ്ഞൊരിതുണ്ട്, ആ ബാണം എയ്യണം. ഇത് ഭഗവാനിൽ ആ ഒരു അനുരക്തത, അനുരാഗം ദേവിയിൽ ഉണ്ടാക്കണമെന്ന് പറയും. അപ്പൊ കാമദേവൻ പറയും, അയ്യോ എനിക്ക് പേടിയാണ്. അപ്പൊ രതിദേവിയും വന്നിട്ട് പറയും, കാമദേവന്റെ പത്നിയാണ് രതിദേവി. രതിദേവി ഇല്ലില്ല, ഭഗവാനെ ഞാൻ വിടില്ല. കാരണം ശിവഭഗവാൻ അങ്ങനെ എന്തെങ്കിലും ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ കോപം വരും. കോപം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് അറിയില്ല. അങ്ങനെ പറയുകയാണ്, വിടില്ല. പക്ഷെ പറയും. അപ്പം നാരദമുനി പറയും, നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവത്തുള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ശിവഭഗവാൻ വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ കുഞ്ഞുണ്ടായാൽ മാത്രമല്ലേ ആ കുഞ്ഞിനെ മാത്രമല്ലേ ആ ദുഷ്ടനായ താരകാസുരനെ വധിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ ദേവന്മാരെ എല്ലാവരും രക്ഷിക്കണ്ടേ, ഈ പ്രപഞ്ചത്തിനെ രക്ഷിക്കണ്ടേ, അതുകൊണ്ട് തീർച്ചയായിട്ടും വന്നേ മതിയാവുള്ളൂ എന്ന് പറയും. അങ്ങനെ അവസാനം കാമദേവൻ സമ്മതിക്കുകയും രതിദേവി സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ കാമദേവൻ വന്നിട്ട് ശിവഭഗവാൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് ഈ കാമബാണം ഇങ്ങനെ ആ ശിവഭഗവാന്റെ നേർക്ക് ഇടുകയാണ്. അപ്പോൾ ഭഗവാൻ ഈ ബാണം വന്ന് വരുന്നതും കണ്ടോടെ പെട്ടെന്ന് തൻ്റെ ആ യോഗിക്കായിട്ടുള്ള പവർ, അതായത് അത്രയും വർഷങ്ങളോളം ഇരുന്ന ആ ഒരു തപസ്സിന്റെ ശക്തി കൊണ്ട് ഭഗവാൻ ഇങ്ങനെ കണ്ണു തുറക്കുമ്പോൾ ആ തൃക്കണ്ണിൽ നിന്ന് ഇങ്ങനെ ജ്വാലകൾ പുറത്തു വരികയും ആ ജ്വാലയിൽ ആ തീയിൽ നിന്ന് ആ കാമദേവൻ ഭസ്മമായി പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ രതിദേവി ഇങ്ങനെ ഓടി വരികയാണ്, തൻ്റെ ഭർത്താവ് ഭസ്മമായി. അങ്ങനെ രതിദേവി വളരെ വിഷമിച്ച് കരയുകയാണ്. പിന്നെ കാമദേവന് ശരീരം ഇല്ലാതാവുകയാണ്. പിന്നെ അതിനുശേഷം പാർവതി ദേവിയോട് വന്ന് കരയുകയാണ്. അങ്ങനെ ആകെ ഇതായി പ്രശ്നമായി. അതിനുശേഷം വേറൊരു ഭഗവാൻ എല്ലാം വിചാരിച്ച്, വിഷ്ണു ഭഗവാനും എല്ലാം വിചാരിച്ച് പിന്നെ ശിവഭഗവാൻ ശാന്തനാവുകയും എന്നിട്ട് ശിവഭഗവാൻ തന്നെ ഈ എന്താ പറയുക ഈ കാമദേവനെ പുനർജനിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ പിന്നീട് ഭഗവാൻ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ യോഗിശക്തി തുടർന്നിട്ട് പിന്നെ ഭഗവാൻ ഇങ്ങനെ നോക്കുമ്പോൾ പാർവതി ദേവിനെ കാണുകയാണ്. അപ്പോൾ പാർവതി ദേവിനെ കാണുമ്പോൾ നോക്കൂ, ഇത്രയും ഭഗവാൻ അറിയാം, ഭഗവാന് കാണുന്നുണ്ട്, ഇത് ഉൾദൃഷ്ടിയാൽ കാണുന്നുണ്ട്, ജ്ഞാനദൃഷ്ടിയാൽ ഭഗവാൻ കാണുന്നുണ്ട് പാർവതി ദേവി. എന്നാലും നേരിട്ട് കാണുമ്പോൾ അത്രയും സങ്കടമാവുകയാണ്. തനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ഇങ്ങനെ തപസ് അനുഷ്ഠിക്കില്ല. അപ്പോൾ നാരദമുനി വിഷ്ണു ഭഗവാനും വന്നിട്ട് പറയുകയാണ്, ശിവഭഗവാനോട് പറയുകയാണ്, ഇത് സതീദേവിയുടെ തന്നെ അവതാരമാണ് പാർവതി ദേവി. അപ്പോൾ ഭഗവാന് വേണ്ടി, അപ്പൊ സതീദേവിയുടെ അവതാരം തന്നെയാണ് പാർവതി ദേവി എന്ന് അറിയുന്ന സമയത്ത് ഭഗവാൻ അത്രയും സന്തോഷമാവുകയും അങ്ങനെ എന്ത് ചെയ്യാണ്, ഭഗവാൻ ആ വിവാഹത്തിന് സമ്മതിക്കുകയും അങ്ങനെ പാർവതി ദേവിനെ വിവാഹം കഴിക്കുകയും ചെയ്യാണ്. അങ്ങനെ പാർവതി ദേവിനെ വിവാഹം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ആദ്യമേ കാർത്തികേയൻ തന്നെയാണ് കേട്ടോ ഉണ്ടാവുന്നത്. പലതിലും പലതാണ്. ചിലതിൽ പറയുന്നുണ്ട് ആദ്യമേ ഗണപതി ഭഗവാനാണ് ഗണപതി ഭഗവാനാണ് ജനിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വായിച്ച പുസ്തകത്തിൽ പറയുന്നത്, ശിവപുരാണത്തിന്റെ തന്നെ പല പല പുസ്തകങ്ങളുണ്ട്. അപ്പം അതിൽ പറയുന്നത് വെച്ചാൽ ആദ്യമേ കാർത്തികേയൻ തന്നെയാണ്. കാരണം ആ അസുരനെ വധിക്കാൻ വേണ്ടി, താരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഭഗവാൻ അങ്ങനെ ഒരു വിവാഹത്തിലേക്ക് തയ്യാറാവുന്നത്. അതും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ്, ഘോരമായ വർഷങ്ങൾക്ക് ശേഷമുള്ള ഘോരമായ തപസ്സിന് ശേഷം പാർവതി ദേവി അങ്ങനെ ശിവഭഗവാനെ സ്വന്തമാക്കുകയാണ്, വിവാഹം കഴിക്കുകയാണ്. അവരുടെ വിവാഹം എല്ലാം മംഗളമായി കഴിഞ്ഞു. അങ്ങനെ ഭൂതഗണങ്ങളും നന്ദി ഭഗവാനും എല്ലാവരുമായിട്ട് കൈലാസത്തിൽ വരികയാണ്. അതിനുശേഷം ദേവിക്ക് ആ ഒരു എന്താ പറയാ, ആ ഗർഭത്തിൽ ഇങ്ങനെ അത്രയും ശക്തിയില്ല. കാരണം ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ആദിപരാശക്തിയുടെ ആ ഒരു ഫോമിലാണെങ്കിൽ കൂടിയും ഭഗവാന്റെ ആ ഒരു ഊർജത്തെ സ്വീകരിക്കാനുള്ള അത്രയും ഒരു ആ ഒരു പവർ, അത്രയും ഒരു ഇത് ആ സമയത്ത് പാർവതി ദേവിക്ക് ഇല്ലായിരുന്നു. അങ്ങനെ ഒരു
ദേവിയും ഭഗവാനും ഒന്നിച്ചിട്ട് അതിൽ നിന്നും ഒരു ഊർജം ഉണ്ടാവുകയും ആ ഊർജം ഇങ്ങനെ ഒരു റൗണ്ടിൽ വലിയൊരു റൗണ്ടായിട്ട് ആ ഒരു അണ്ടം പോലെ വലിയ ഇതായിട്ട് ഉണ്ടാവുകയും അതിലാരാണ് ഭഗവാന്റെ പുത്രനായ സ്കന്ദനാണ്. സ്കന്ദൻ എന്ന് പറഞ്ഞാൽ മുരുകനാണ് അതിനകത്തുള്ളത്. അപ്പം ഈ ഒരു ഇത് സംരക്ഷിക്കണം. അങ്ങനെ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രനെ ഏൽപ്പിക്കുകയാണ്. അപ്പം ദേവേന്ദ്രൻ ഇതും കൊണ്ട് ഇങ്ങനെ ഓടുകയാണ്. അപ്പം പുറകെ അസുരന്മാർ വരുന്നുണ്ട്. അങ്ങനെ ദേവേന്ദ്രൻ അത് ഭൂമിദേവിക്ക് കൈമാറുന്നുണ്ട്. പക്ഷെ ഭൂമിദേവിക്ക് അത് താങ്ങാൻ കഴിയുന്നില്ല. പിന്നെ ഒരു ഗംഗാദേവിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഗംഗയിൽ അതിന് താങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ എങ്ങും അത് ആർക്കും ആ ഒരു ഊർജത്തെ സ്വീകരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവസാനം കാർത്തിക ദേവിമാരെന്ന് പറയുന്ന ആ ഒരു കാർത്തിക ലോകമുണ്ട്. അവിടെ ഈ ഊർജത്തെ സ്വീകരിക്കാനും സംരക്ഷിക്കാനും കഴിയും. അങ്ങനെ ആ ഒരു ജലത്തിൽ ആ ഒരു തടാകത്തിൽ അവിടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ അത് നിലനിൽക്കുന്നുണ്ട്. അവിടെ മാത്രമേ ആ ഒരു സംരക്ഷണം വരുത്തുള്ളൂ. അപ്പൊ അങ്ങനെ അവിടെ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഈ കാർത്തിക ദേവിമാര് 6 മുഖങ്ങളായിട്ടാണ്, ഷൺമുഖ രൂപത്തിലാണ് ഭഗവാനെ 6 താമരയിലാണ് ഇങ്ങനെ 6 മുഖങ്ങളായിട്ട് 6 കുഞ്ഞുങ്ങളായിട്ട് ജനിക്കുകയാണ്. 6 കുഞ്ഞുങ്ങളായിട്ട് ജനിച്ചിട്ട് ഈ 6 കാർത്തിക ദേവതമാരാണ് ഈ കാർത്തികേയനെ, അതായത് സ്കന്ദനെ, പാർവതി ദേവിയുടെ ശിവഭഗവാന്റെയും പുത്രനായ സ്കന്ദനെ സംരക്ഷിക്കുന്നത്. അങ്ങനെ കുറേ നാള് അവര് മറ്റുള്ള അസുരന്മാരിൽ നിന്നും ദുഷ്ടരിൽ നിന്നും എല്ലാം കാർത്തിക ദേവിമാര് അസുരദേവിമാരാണ്, പക്ഷെ അസുരദേവിമാരാണ്. ആ ദേവിമാർ അത്രയും സുന്ദരികളാണ്, അത്രയും നല്ല കരുണയുള്ള സ്നേഹമുള്ള അമ്മമാരാണ്. അപ്പൊ ആ അമ്മമാരാണ് കാർത്തികേയനെ സംരക്ഷിക്കുന്നത്. അങ്ങനെ കുറച്ച് വലുതായി കഴിയുമ്പോൾ 7-8 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ദേവി പാർവതിയും ശിവനും വരികയാണ്. അവരിതുപോലെ പറയുകയാണ്, ഞങ്ങളുടെ പുത്രനാണ് കാർത്തികേയൻ, സ്കന്ദൻ ഞങ്ങളുടെ പുത്രനാണ്, ഇതുപോലെയാണ് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ കാർത്തിക ദേവിമാർക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. അത്രയും സ്നേഹമാണല്ലോ, അമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണല്ലോ. അപ്പൊ പറയാണ്, ഞങ്ങൾ വിട്ടു തരില്ല, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരാൻ കഴിയില്ല, അങ്ങനെ പറഞ്ഞ് ഒരുപാട് വിഷമിക്കുകയാണ്. അപ്പൊ ദേവി പറയാണ്, എന്റെയും ഭഗവാന്റെയും കുഞ്ഞാണ്, ഇതുപോലൊരു ദൗത്യമുണ്ട് എൻ്റെ മകന്, അതെനിക്ക് പൂർത്തിയാക്കിയേ പറ്റൂ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കൈലാസത്തിൽ വരാം, എപ്പോൾ വേണമെങ്കിലും ഭഗവാനെ കാണാം, ഇവിടെ വേണമെങ്കിലും കൊണ്ടുവന്നാക്കാം, ഇടയ്ക്കൊക്കെ കൊണ്ടുവരാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു വാക്കൊക്കെ കൊടുത്തതിന് ശേഷം അവസാനം ഈ കാർത്തിക ദേവിമാര് അവരുടെ ഇത് ശക്തി ഉപയോഗിച്ചിട്ട് ഈ 6 കുഞ്ഞുങ്ങളെയും എല്ലാം 6 മുഖനാണ്. അപ്പൊ ഈ 6 മുഖം ഈ കാർത്തികേയ ഭഗവാന് വരെയാണ്. അങ്ങനെ 6 മുഖനായിട്ടുള്ള ഈ ഭഗവാനെ ഒരു കുഞ്ഞാക്കി, ഈ 6 കുഞ്ഞുങ്ങളെ ഒരു കുഞ്ഞാക്കി മാറ്റുകയാണ്. എന്നിട്ട് ആ തേജസ്സുള്ള ആ ശക്തിയുള്ള ആ ഭഗവാനെ പാർവതി ദേവിക്ക് അവർ കൈമാറി കൊടുക്കുകയാണ്. അങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് ശിവഭഗവാനും പാർവതി ദേവിയും പോയപ്പോൾ കുഞ്ഞും കരയുകയാണ് ഒരുപാട്. അമ്മമാരുടെ ആ ഒരു സ്നേഹം, പക്ഷെ ഇതെല്ലാം കുഞ്ഞിനോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ അവര് കൈലാസത്തിൽ വരികയാണ്. അതിനുശേഷം പിന്നെ ഈ സ്കന്ദ ഭഗവാൻ കാർത്തികേയൻ പോയിട്ട് ആ താരകാസുരനെ വധിക്കുകയാണ്. അപ്പൊ താരകാസുരന്റെ അടുത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ ഇങ്ങനെ ചോദിക്കും, ഈ ഇത്രയും ചെറിയ ഒരു കുഞ്ഞാണോ എന്നെ കൊല്ലാൻ പോകുന്നത്, നീ ആരാണെന്ന് ചോദിക്കും. അപ്പൊ പറയും, ഞാൻ മഹാദേവന്റെയും പാർവതിയുടെയും പുത്രനാണെന്ന് പറയും. അപ്പൊ പറയും, മഹാദേവനും പാർവതി ദേവിക്കും പുത്രനോ, അതിന് മഹാദേവൻ വിവാഹം കഴിച്ചോ എന്ന് ചോദിക്കും. അപ്പൊ വിവാഹവും കഴിഞ്ഞ് പുത്രനും ജനിച്ചു, നീ എന്നെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ഭയങ്കര യുദ്ധം നടക്കുകയും ആ യുദ്ധത്തില് കാർത്തികേയ കുമാരൻ, ശിവപാർവതിമാരുടെ പുത്രനായ കാർത്തികേയ കുമാരൻ സ്കന്ദൻ ആ ദുഷ്ടനായ അസുരനെ വധിക്കുകയാണ്. താരകാസുരവധം കഴിയുകയാണ്. അവിടെ താരകാസുരനെ വധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വധിച്ചതിന് ശേഷം ഭഗവാൻ കൈലാസത്തിലേക്ക് വരികയും എന്നിട്ട് അവിടെ സുഖമായിട്ട് ശിവപാർവതിമാരോട് ജീവിക്കുകയാണ്. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അസുരന്മാരുടെ വർധനവുണ്ടാവും. അപ്പം ഈ വീണ്ടും കുറെ അസുരന്മാർ വർധനവുണ്ടാവും. അപ്പം അത് മാത്രമല്ല, കുമാരന് എന്താ പറയാ, സ്കന്ദന് കൂടെ കളിക്കാൻ ഒരു കൂട്ട് വേണമല്ലോ, അങ്ങനെ ചിന്തിക്കും. അങ്ങനെ പാർവതി ദേവി എന്ത് ചെയ്യും, പാർവതി ദേവി ഇങ്ങനെ ഒരു രൂപം പോലെ, ഇങ്ങനെ ഒരു
എന്താ പറയുക, ഒരു പ്രതിമ പോലെ ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കും, ഒരു സുന്ദര കുമാരൻ്റെ രൂപം ഉണ്ടാക്കും. അങ്ങനെ ഒരു സുന്ദര കുമാരൻ്റെ രൂപം ഉണ്ടാക്കി ഭഗവാനും പാർവതി ദേവിയും കൂടെ സംഗമിക്കുമ്പോൾ ആ രൂപത്തിന് ജീവൻ വെക്കുകയും ആ രൂപത്തിൽ നിന്നാണ് ഗണപതി ഭഗവാൻ ഉണ്ടാവുന്നത്, ഗണപതി ഭഗവാൻ ജനിക്കുന്നത്. അങ്ങനെ ഈ ഗണപതി ഭഗവാൻ ജനിച്ച് ഗണപതി ഭഗവാനും ഒരുപാട് ദുഷ്ടന്മാരെ എല്ലാം വധിക്കുകയും ചെയ്യുന്നുണ്ട്, ഒരുപാട് അസുരന്മാരെല്ലാം വധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം പാർവതി ദേവി പറയും, കുമാര എനിക്ക് സ്നാനത്തിന് പോകാൻ സമയമായി, ഞാൻ സ്നാനത്തിന് പോവുകയാണെന്ന് പറയും. അങ്ങനെ ഗണപതി ഭഗവാനോട് വന്ന് പറയണം, ഞാൻ സ്നാനത്തിന് പോവാണ്, ആര് വന്നിട്ടുണ്ടെങ്കിലും നീ ദയവ് ചെയ്ത് ആരെയും കടത്തി വിടരുത്, ഞാൻ സ്നാനത്തിന് പോയിരിക്കുകയാണ്, ഇവിടെ ആര് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും നീ എന്നെ ആരെയും തന്നെ ഇങ്ങോട്ട് കടത്തി വിടരുതെന്ന് പറയും. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഗണപതി ഭഗവാൻ പറയും, ശരി അമ്മ, ഞാൻ ആരെയും കടത്തി വിടില്ല, ആര് വന്നാലും ഞാൻ കടത്തി വിടില്ല എന്ന് പറയും. അങ്ങനെ ദേവി സ്നാനത്തിന് പോവുകയാണ്. അപ്പോൾ ആരാണ് വരുന്നത്? ഭഗവാൻ ശിവഭഗവാൻ വരികയാണ്. ശിവഭഗവാൻ പെട്ടെന്ന് ക്ഷിപ്രകോപിയാണല്ലോ, ക്ഷിപ്രപ്രസാദിയുമാണ്, എന്നാൽ തന്നെയും ശിവഭഗവാൻ ക്ഷിപ്രകോപിയുമാണ്. അങ്ങനെ ശിവഭഗവാൻ വരികയാണ്. ശിവഭഗവാൻ വന്നിട്ട് പറയുകയാണ്, കുമാര എനിക്ക് അകത്തേക്ക് പോകണം, എന്നെ കൈലാസത്തിലേക്ക് പോകണം, എന്നെ കടത്തിവിടുമെന്ന് പറയും. പറയും, ഇല്ലില്ല, കടത്തിവിടില്ല, കൈലാസത്തിന്റെ അങ്ങ് സരയൂ നദിയിൽ അങ്ങേ അറ്റത്ത് അവിടെ ദേവി, എൻ്റെ അമ്മ പാർവതി ദേവി സ്നാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ പോവാൻ ആരെയും കടത്തി വിടരുതെന്നാണ് പറഞ്ഞത്, അത് പിതാവാണെങ്കിൽ കൂടി ഞാൻ കടത്തി വിടില്ല എന്ന് പറയും. അപ്പോൾ കുഞ്ഞിന് അറിയില്ലല്ലോ, കുഞ്ഞിന് അതറിയില്ല, അത്രയും ഒരു കുസൃതിയും കൂടിയാണ് ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പം ശിവഭഗവാന് പെട്ടെന്ന് കോപം വരികയാണ്, അത്രയ്ക്കായോ നീ, എന്നെ ധിക്കരിക്കാനായോ നീ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെട്ടെന്നൊരു ക്ഷിപ്രകോപം, അതായത് ഗണപതി അങ്ങനെ കുറെ ഇങ്ങനെയൊക്കെ പറയും, അങ്ങനെ എന്താ പറയുക, കുറെ ഇത് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലുള്ള വർത്താനമൊക്കെ പറയും, സംസാരമൊക്കെ പറയുമ്പോഴത്തേക്ക് ശിവഭഗവാന് പെട്ടെന്ന് ദേഷ്യം വരികയും അങ്ങനെ ശൂലം എടുത്തിട്ട് ഈ ഗണപതിയുടെ നേർക്ക് എറിയി അങ്ങനെ ഗണപതി ഭഗവാന്റെ ശിരസ് ഇങ്ങനെ ഛേദിച്ച് പോവുകയും. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് സ്നാനം കഴിഞ്ഞ് പാർവതി ദേവി വരുമ്പോൾ തൻ്റെ കുഞ്ഞിൻ്റെ ശിരസ് ഇങ്ങനെ ഛേദിച്ച് കിടക്കുന്നു, ഇത്രയും ദുഷ്ടനാണോ അങ്ങ് എന്നൊക്കെ പറഞ്ഞ് ദേവി കുറേ കരഞ്ഞ് നിലവിളിക്കുകയും. അങ്ങനെ ആ ദേവിയുടെ ആ ഒരു ഫോം അപ്പോഴാണ് വരുന്നത്, ആദിപരാശക്തിയായിട്ട് ദേവി അങ്ങ് മാറുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ദേഷിച്ച് ആ ഒരു ഭയങ്കര ഒരു സംഹാര ഇതിൽ ദേവി നിൽക്കുമ്പോൾ അങ്ങനെ ദേവന്മാരും എല്ലാവരും വിഷ്ണു ഭഗവാനും എല്ലാം ഓടി വന്നിട്ട് ദേവിയുടെ കോപം അടക്കണം. അപ്പം എങ്ങനെയെങ്കിലും ഒരു രക്ഷ ശിവഭഗവാൻ അപ്പം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്, അയ്യോ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ഞാൻ എൻ്റെ പുത്രനാണെന്ന് പോലും ഓർക്കാതെ ഇങ്ങനെ ചെയ്തു പോയല്ലോ, എൻ്റെ ദേഷ്യം അറിയാലോ, എനിക്ക് അത്രയും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതാണ് ഭഗവാൻ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അപ്പോൾ ഇങ്ങനെ ആദ്യമേ കാണുന്ന ഒരു പ്രവചനം പറയും, ആദ്യമേ കാണുന്ന ഒരു ഋഷിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യമേ ഏതെങ്കിലും ഒരു മൃഗത്തിനെയാണ് കാണുന്നതെങ്കിൽ ആ മൃഗത്തിൻ്റെ തല കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ്, തല കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ ഗണപതി ഭഗവാന് മോചനം കിട്ടുന്നതാണ്, ആ ഒരു ശിരസിലേക്ക് മാറുന്നതാണെന്ന് പറയും. അങ്ങനെ ഇവർ ആ ശിരസ് അന്വേഷിച്ച് നടക്കുമ്പോൾ ശിവഭഗവാൻ ഇങ്ങനെ ദേവന്മാരെല്ലാം ശിരസ് അന്വേഷിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആനയാണ്, ഒരു ഗജമാണ് നടന്നു പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് ചെല്ലുക, അങ്ങനെ ആ ഗജത്തിന്റെ ശിരസ് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ പ്രതിഷ്ഠിച്ച് ആ ഒരു സുന്ദര രൂപത്തിലാക്കി, സുന്ദരനായിട്ടുള്ള ആ ഒരു ആനയുടെ ശിരസാക്കി മാറ്റി അങ്ങനെ ആ ഒരു ഇതിലേക്ക് വരിക. അങ്ങനെ ഒരു ഗണപതി ഭഗവാന് അങ്ങനെ ഒരു ശിരസ് ഉണ്ടാവുകയും ചെയ്യുകയാണ്. അപ്പം അതാണ് ഈ ഗണപതി ഭഗവാന്റെ ഉള്ള ഒരിത് കൊടുക്കുന്നതെന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഭഗവാൻ ഇങ്ങനെ ആനയുടെ തല പോലെ അങ്ങനെയുള്ള ഇത് കാണിക്കുന്നത്. അപ്പം ഇതാണ് കഥ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവർ പിന്നെ സന്തോഷത്തോടെ കൈലാസത്തിൽ വസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടാവും. ഗണപതി ഭഗവാനും മുരുകനും തമ്മിലിട്ട് സ്കന്ദനും തമ്മിലൊരു വഴക്കുണ്ടാവും, തർക്കം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരദമുനി ആണല്ലോ ഇതിൻ്റെ എല്ലാം ഇതെന്ന് പറയുന്നത്. നാരദമുനി ഒരു മാമ്പഴവും കൊണ്ടുവരും. അപ്പോൾ ഈ മാമ്പഴം കാണുമ്പോഴത്തേക്ക് അതൊരു വിശിഷ്ടമായിട്ടുള്ള ഒരു മാമ്പഴമാണ് കേട്ടോ. അത്
ദേവലോകങ്ങളിലൊക്കെ കിട്ടുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള മാമ്പഴമാണ്. അപ്പോൾ ഈ മാമ്പഴം കൊണ്ടുവരുമ്പോഴത്തേക്ക് സ്കന്ദനും ഗണപതി ഭഗവാനും സ്കന്ദനും ഓടി വരും. ഓടി വന്നിട്ട് പറയും, ഞങ്ങൾക്ക് ഈ മാമ്പഴം തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ നാരദമുനി പറയും, ഇല്ലില്ല, നിങ്ങളുടെ കയ്യിൽ ഇത് എന്തായാലും തരില്ല, അപ്പോൾ എനിക്ക് വേണം. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ വാശി പിടിക്കും. അപ്പോൾ നാരദമുനി എന്താ ചെയ്യുക? നാരദമുനി പോയിട്ട് ഇത് ശിവഭഗവാന്റെയും പാർവതിദേവിയുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ പാർവതിദേവിയും ശിവനും കൂടെ നിൽക്കുമ്പോൾ കുട്ടികൾ പറയും, ഗണപതി ഭഗവാൻ പറയും, ഈ ഫലം എനിക്ക് വേണം. അപ്പോൾ സ്കന്ദൻ പറയും, ഇല്ലില്ല, ഈ ഫലം എനിക്ക് വേണം എന്ന് പറയും. അപ്പോൾ ശിവഭഗവാൻ പറയും, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ലോകം മൊത്തത്തിൽ പോയി ചുറ്റി ആരാണ് ആദ്യമേ വരുന്നത് അവർക്ക് ഞാൻ ഈ ഫലം തരുന്നതായിരിക്കും എന്ന് പറയും. അപ്പോൾ സ്കന്ദൻ പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഈ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ചിട്ട് വരും. എൻ്റെ വാഹനം മയിൽ വാഹനമാണല്ലോ, എൻ്റെ മയിൽ വാഹനത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ ലോകം മൊത്തം പെട്ടെന്ന് തന്നെ ചുറ്റി വരാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് മുരുക ഭഗവാൻ ആ മയിൽ വാഹനത്തിൽ കയറുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുരുക ഭഗവാൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ തന്നെ വേറൊരിതാണ്. മയിൽപ്പീലി ഇല്ലാത്ത കൃഷ്ണനാണ് മുരുക ഭഗവാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ മയിലിൽ കയറിയിട്ട് പെട്ടെന്ന് തന്നെ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ആ ഒരു ആവേശത്തിൽ ലോകം ചുറ്റാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ 14 ലോകങ്ങളും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ ഗണപതി ഭഗവാൻ നോക്കുമ്പോൾ, അയ്യോ, എൻ്റെ വാഹനം എന്ന് പറയുന്നത് മൂഷികനാണ്. അപ്പോൾ മൂഷികന്റെ വേറൊരു കഥയുണ്ട്. അതൊരു ദുഷ്ടനായിട്ടുള്ളൊരു അസുരനാണ്, എല്ലാം പിടിച്ചടക്കുന്ന ഒരു അസുരനായിരുന്നു. ആ അസുരന് ഒരു ശാപമോഷം കൊടുത്തിട്ട് ആ അസുരനെയാണ് വാഹനമായിട്ട് ഗണപതി ഭഗവാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്? അങ്ങനെ ഗണപതി ഭഗവാൻ ഈ എലിയിൽ ഇതിൽ എനിക്ക് പോയി കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം ചുറ്റാൻ കഴിയില്ലല്ലോ എന്ന് കരുതും. അങ്ങനെ എന്ത് ചെയ്യും? ഭഗവാൻ ഗണപതി ഭഗവാൻ ഈ മൂഷികന്റെ ഇതിൽ കയറുകയും എന്നിട്ട് ശിവപാർവതിമാരെ ഇങ്ങനെ 3 വലം വെക്കുകയാണ്. 3 വലം വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പ്രപഞ്ചം മൊത്തം, അതായത് അമ്മയും അച്ഛനെയും ചുറ്റുമ്പോൾ, ശിവപാർവതിമാരെ ചുറ്റുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും ചുറ്റുന്നതിന് തുല്യമാണ് എന്ന് ഉള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ ആ ഫലം പാർവതി ദേവി ഗണപതി ഭഗവാന് കൊടുക്കുകയാണ്, കുഞ്ഞു ഗണപതിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് കാർത്തികമാരുടെ ഓമനയായ ശിവപാർവതിമാരുടെ ഓമനയായ സ്കന്ദൻ വരുമ്പോഴത്തേക്ക് നോക്കൂ, തനിക്ക് തരാനുള്ള മാമ്പഴം ഗണപതി ഭഗവാന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും തന്നോട് കാണിച്ചത് തെറ്റായി പോയി എന്നുള്ള ഇതിൽ ഭയങ്കരമായിട്ട് കരയുകയാണ്. കരഞ്ഞിട്ട് ഭഗവാന് സഹിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഭഗവാൻ പളനിയിൽ നമ്മളീ പറയുന്ന ആ ഒരു മലമുകളിൽ, അതിൻ്റെ മുകളിൽ പോയി ഇരിക്കുകയാണ്. അപ്പം വിളിക്കും ശിവപാർവതിമാർ ഒരുപാട് ഭഗവാനെ വിളിക്കും. അപ്പം ഭഗവാൻ വരില്ല. ഭഗവാൻ അവസാനം പറയും, എനിക്ക് പിണക്കമൊന്നുമില്ല, പക്ഷേ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ് കാരണം എന്നെ ആവശ്യം എന്ന് പറഞ്ഞ് ഇനി ഒരുപാട് ഭക്തർ വരും. അപ്പോൾ അവർക്കെല്ലാം എന്നെ ആവശ്യമുണ്ട്. അപ്പം അവർക്കൊക്കെയുള്ള വരപ്രസാദങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഉള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കിനി ഇവിടെ തന്നെ ഇരുന്നേ കഴിയുള്ളൂ എന്ന് പറയാം. അപ്പം അങ്ങനെ പിണങ്ങി പോയി അവിടെ ഇരിക്കെങ്കിലും തിരിച്ചു വരുന്നില്ല. അവിടെ ഇരിക്കുകയാണെങ്കിലും പിന്നീട് വള്ളി മണാളനാവുന്നുണ്ട്. അതായത് വള്ളി ദേവീനെയാണ് വിവാഹം കഴിക്കുന്നത്. അത് ഭഗവാൻ ഇങ്ങനെ അതിനുശേഷം കൈലാസത്തിൽ വന്നിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെയും പോവും. പിന്നെയും അവിടെ എവിടെയാണ് പോകുന്നത്? പളനിയിൽ, ആ മലമുകളിലാണ് പിന്നെ പോയി തപസ്സിരിക്കുന്നത്. അപ്പം കൈലാസത്തിൽ വന്നിട്ട് പിന്നെ വള്ളി ദേവീനെ അതായത് ദേവയാനീനെ വിവാഹം കഴിക്കും ആദ്യമേ. പിന്നെ സ്കന്ദൻ ദേവയാനീനെ വിവാഹം കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രദേവന്റെ പുത്രിയാണ് ദേവസേന എന്ന് പറയുന്നത്. ആ ദേവസേന ാണ് ആദ്യമേ മുരുക ഭഗവാൻ വിവാഹം കഴിക്കുന്നത്. പിന്നെ വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വള്ളിയുടെ കഴിഞ്ഞ ജന്മത്തിലെ ഭഗവാന്റെ പുത്രനെ, ശിവഭഗവാന്റെ പുത്രനെ വേണം എന്നുള്ള രീതിയിൽ ആ ഒരു പ്രാർത്ഥനയായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ദേവിയുണ്ട്. വള്ളി ദേവിയായിട്ട് അവതരിച്ച് അതൊരു കാട്ടിലുള്ള ഒരു എന്താ പറയാ, അവിടുത്തെ ആ ഒരു കാട്ടിലുള്ള രാജാവില്ലേ, ആ ഒരു രാജാവിന്റെ പുത്രിയാണ് വള്ളി എന്ന് പറയുന്നത്. അപ്പം അവിടെ പോയി ദേവീനെ സ്വന്തമാക്കും സ്കന്ദ ഭഗവാൻ, കാർത്തികേയൻ. അങ്ങനെ സുഖമായിട്ട് ജീവിക്കും. പിന്നെയും അവസാനമാണ് പളനിയിൽ വന്ന് ഭഗവാൻ പത്നി സമേതമായിട്ട് ഇരിക്കുന്നത്. അവിടെ ഇങ്ങനെ 2 ഇതുണ്ട്. അവിടെ കുഞ്ഞിലേ പോയി ഭഗവാൻ ഇരിക്കുന്നതുണ്ട്, പിന്നെ പത്നി സമേതരായിട്ട് ഇരിക്കുന്ന
കാണിക്കുന്നതുകൊണ്ട് അവർ രണ്ട് ഇത് പറയുന്നുണ്ട്. അപ്പം അത് പളനിന്ന് തന്നെയാണ്, കറക്റ്റായിട്ട് പറയുന്ന പളനിന്ന് തന്നെയാണ്. വേറെ ഭഗവാന്റെ അങ്ങനെ ഒരു ഇത് പറയുന്നത്. തിരുച്ചെന്തൂരുണ്ട്, പളനിയുണ്ട്. അപ്പൊ രണ്ട് സ്ഥലമുണ്ട്, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗണപതി ഭഗവാൻ ഇതുപോലെ തന്നെയാണ്. രണ്ട് ദേവിമാര്. ഗണപതി കല്യാണം ഇങ്ങനെ നീട്ടിക്കൊണ്ട് നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടി കൊണ്ടുപോയിട്ട് അവസാനം ഭഗവാനും രണ്ട് പത്നിമാരെ വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ പത്നിമാരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ രണ്ട് ഗണപതി ഭവന് രണ്ട് പത്നിമാരുണ്ട്. അപ്പോൾ ഇതാണ് ശിവകുടുംബത്തിൻ്റെ, അതായത് ഭഗവാനെ ശിവപാർവതി ശിവകുടുംബത്തിനെ വെച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ, ശിവകുടുംബത്തിൻ്റെ ആ ഒരു പിക്ചർ നമ്മുടെ വീട്ടിൽ വെച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതെല്ലാം മാറും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ശിവകുടുംബ ചിത്രം വെച്ച് നമ്മൾ അത്രയും പൂജിക്കണം എന്നുള്ള, ആ ശിവകുടുംബത്തിന് നമ്മൾ എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നമ്മൾ എവിടെ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആ ഒരു ശിവകുടുംബം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം ഇറങ്ങാനുള്ളത്. കാരണം നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന, നമ്മുടെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ല ഇത് തരുന്നത്, നമ്മളെ ഭക്തിയിലേക്കാണെങ്കിൽ അങ്ങനെ നയിക്കുന്നത്, അങ്ങനെ എല്ലാത്തിനും ഐശ്വര്യങ്ങൾ, എല്ലാ സമ്പൽ സമൃദ്ധി മംഗളങ്ങളും അരുളുന്നതാണ് ശിവപാർവതിമാരും അതുപോലെ തന്നെ മുരുകനും ഗണപതി ഭഗവാനും ഒക്കെ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പനാണ്. അയ്യപ്പൻ്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലാഴി മദനം നടക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവന്മാരും അസുരന്മാരും തമ്മിലാണല്ലോ പാലാഴി മദനം നടക്കുന്നത്. അങ്ങനെ പാലാഴി മദനം നടക്കുന്ന സമയത്താണെങ്കിൽ അമൃതകുംഭം കിട്ടും. അമൃതകുംഭം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ലതാണ്. അവർ നിത്യ യൗവനമായിരിക്കും. അത് അത്രയും തേജസ്സും ഓജസ്സും എല്ലാം ഉണ്ടായിരിക്കും, അവസാനം വരെ ഉണ്ടാവും, ഒരിക്കലും വയസ്സാവില്ല. അതാണ് ഈ അമൃതകുംഭത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമൃതത്തിന് വേണ്ടിയിട്ട് ഈ ദേവന്മാരെല്ലാം ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പം ത്തേക്ക് ഇത് തട്ടിയെടുക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ഭഗവാൻ മോഹിനി രൂപത്തിൽ, വിഷ്ണു ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് വിഷ്ണു. അപ്പം ആ കൃഷ്ണ ഭഗവാൻ ഇങ്ങനെ മോഹിനി രൂപത്തിൽ, വിഷ്ണു ഭഗവാൻ ആ മോഹിനി രൂപത്തിൽ വരികയും മോഹിനി രൂപത്തിൽ വന്നിട്ട് ഈ ദേവന്മാരുടെ അസുരന്മാരുടെ കയ്യിൽ നിന്ന് ആ അമൃതകുംഭം ദേവന്മാർക്ക് വിളമ്പി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വിളമ്പി കൊടുക്കുന്ന ടൈമിൽ ഇങ്ങനെ എന്താ പറയാ, ഈ ദേവീനെ കണ്ടിട്ട്, അത്രയും ദേവി സുന്ദരിയാണ്. അപ്പൊ ആ ദേവീനെ കണ്ടിട്ട് ഈ അസുരന്മാർ അതിൽ ആകൃഷ്ടരാവുകയും അങ്ങനെ അവർക്ക് ഞാൻ വിളമ്പി കൊടുക്കാന്ന് പറയുമ്പോൾ അവരത് സമ്മതിക്കും. അവർക്ക് പക്ഷെ അമൃതമല്ല കൊടുക്കുന്നത്, അവർക്ക് വേറെ സാധാ എന്തോ ആണ് കൊടുക്കുന്നത്. പക്ഷെ ദേവന്മാർക്കാണ് ഈ അമൃത ദേവി കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ദേവന്മാർ ഈ അമൃത് കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് രണ്ട് അസുരന്മാർ വന്ന് നിൽക്കും. രണ്ട് അസുരന്മാരെന്ന് പറഞ്ഞ് രാഹുവും കേതുവാണ് അവരെ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തല ഇങ്ങനെ വെട്ടും, ഒരു അസുരൻ വന്നിക്കാൻ, ഒരു അസുരനാണ് അത്. അപ്പോൾ തല വെട്ടുമ്പോഴത്തേക്കും ഒന്ന് തല രാഹുവും മറ്റേത് തല കേതുവും മറ്റേത് രാഹു ആവും. എന്നിട്ട് പക്ഷെ അവർക്ക് ദേവന്റെ ആ ഒരു പവർ കിട്ടിപ്പോയി, അവർക്ക് മരണമില്ല, അവർക്ക് എന്താ പറയാ, അവർ ചെറുപ്പമായിരിക്കും. അപ്പം അങ്ങനൊരിത് അവർക്ക് കിട്ടിപ്പോകുമ്പോഴേക്കും അവരെ ഓരോ നക്ഷത്രമായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കും. അപ്പം ഈ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ രാഹുർദോഷം ദോഷം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, മനസ്സിലായോ, അവരുടെ കർമ്മഫലം അനുസരിച്ച് ദോഷം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ദേവന്മാരായിട്ട് അവരെ ഭഗവാൻ മാറ്റും. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പം അങ്ങനെ ആ അമൃത് ദേവന്മാർക്ക് കൊടുക്കുക. അപ്പം ഈ മോഹിനി രൂപം എന്ന് പറഞ്ഞാൽ അത്രയും സൗന്ദര്യമാണല്ലോ ഭഗവാന്റെ മോഹിനി രൂപം എന്ന് പറഞ്ഞാൽ. അപ്പം ഈ മോഹിനി രൂപം കാണുമ്പോൾ ശിവഭഗവാൻ ശിവഭഗവാനെ പോലും മോഹിപ്പിച്ച രൂപം എന്നാണ് പറയുന്നത്. അപ്പം ശിവഭഗവാൻ അതിൽ അനുരുക്തനാവുകയും അങ്ങനെ മോഹിനി ദേവിയുമായി സംഗമിക്കുകയും ആ സംഗമത്തിലാണ് ശ്രീ അയ്യപ്പൻ ജനിക്കുകയും. അപ്പം ഭൂമിയിൽ ശിവഭക്തരായിരുന്ന രണ്ട് രാജാക്കന്മാരുണ്ട്, പന്തള രാജാവ്. അപ്പൊ പന്തള രാജാവിന് ഈ അയ്യപ്പനെ മണിഖണ്ഡത്തിലുള്ളതാണ്. അങ്ങനെ മണികണ്ഠനെ കൊടുക്കുകയും അശരീരിയിൽ ഇങ്ങനെ പറയുകയും ശിവഭഗവാന്റെയും വിഷ്ണുവിന്റെ മോഹിനിയിൽ പിറന്ന ഭഗവാനാണ് എന്ന് പറയുകയും ചെയ്യണം. അങ്ങനെ
പന്തള രാജാവായിട്ട് അയ്യപ്പൻ അവിടെ ശബരിമലയിൽ ജീവിക്കുകയാണ്. അപ്പം അവിടെയുള്ള അയ്യപ്പൻ ശബരിമലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ. അപ്പോൾ ഈ അയ്യപ്പൻ ബ്രഹ്മചാരി ആയിരിക്കുന്നിടത്ത് ഒരിക്കലും സ്ത്രീകളെ കയറ്റാൻ പാടില്ലാത്തതാണ് ശബരിമലയിൽ. പക്ഷെ അവിടെ എന്തോ നിർഭാഗ്യവശാൽ അന്ന് സ്ത്രീകളെ കയറ്റുകയും പിന്നീട് പ്രശ്നം ഉണ്ടാവുകയും അത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അതാണ് അയ്യപ്പൻ്റെ ജനനം എന്ന് പറയുന്നത്. അപ്പം അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്, അത് മനസ്സിലാക്കുക. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഭഗവാന്റെ ശിവകുടുംബത്തിൽ പറയാനുള്ളത്. പിന്നെ ഭഗവാന് തന്നെ ഒരുപാട് ദേവിമാരുടെ ഇതൊക്കെ വരുന്നുണ്ട്. ത്രിപുര സുന്ദരി ദേവിയൊക്കെ 18 വയസ്സിലുള്ള ദേവിയുടെ അവതാരങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ദേവിയുടെ തന്നെ പിന്നെ ഇതിൽ നിന്ന് ദേവിയുടെ ഗൗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി സുന്ദര രൂപമാണല്ലോ. ഇതിൽ നിന്നിട്ടുള്ള ഒരു കാർമേക വർണ്ണമായിട്ട് വരുന്ന, അതായത് കൃഷ്ണന്റെയൊക്കെ ആ കാർമേക വർണ്ണമായിട്ട് വരുന്ന ഇതാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃഷ്ണന്റെ തന്നെ ആ കാർമേക നീലവർണ്ണം, ആ നീലവർണ്ണം തന്നെയാണ് ഭദ്രകാളി ദേവിക്കുള്ളത്. അപ്പം അത് രണ്ടും ഓരോ ഇതിൽ വരുന്നത്. പാർവതി ദേവിയുടെ തന്നെ ഒരിതാണ്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൃഷ്ണന്റെ വേറൊരിതാണ് മായാശക്തിയാണ് ദേവി എന്നുള്ളത്. അപ്പം ആ ദേവിയിൽ നിന്ന് വരുന്ന ആ ഒരു രൂപം കൃഷ്ണന്റെ തത്വം, ആ ഒരു കാർമേക വർണ്ണമാണ് വരുന്നത്. അപ്പം ആ ഒരു ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവാൻ പറ്റും. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളത്. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ആ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ തന്നെ എല്ലാം വരുന്നുണ്ട്. ഭഗവാന്റെ കൈയുടെ ആ ഒരു ഭാഗത്ത് വരുന്നതാണ്, കൈയുടെ ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് ഭദ്രകാളി ദേവി എന്ന് പറയുന്നത്. അപ്പം ആ ഇത് വരുന്നുണ്ട്, ഭദ്രകാളി ദേവിയും വരുന്നുണ്ട്. അപ്പം ഭൂമിയുടെ ഇതായിട്ട് സംരക്ഷണമായിട്ടിരിക്കുന്നതും ഭദ്രകാളി ദേവിയാണ്. അപ്പൊ ദേവിയുടെ തന്നെ വേറൊരു വേർഷനാണ്, കൃഷ്ണന്റെ തന്നെ വേറൊരു ഇതാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് ഓരോരോ ലോകങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ആരെ പ്രാർത്ഥിച്ചാലും പൂജിച്ചാലും നമ്മൾ ആ ഭക്തിയിലേക്ക് വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഏത് ഭക്തിയോ ആയിക്കോട്ടെ, ഏത് ഇതിലോ ആയിക്കോട്ടെ, അതിൽ തന്നെ നിങ്ങൾ ഉറച്ച ആ ഒരു ഭക്തിയിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ എത്രയും ഇതാക്കുക. അപ്പൊ രാധാറാണിയുടെ തന്നെ ഒരിതാണ് പാർവതി ദേവി എന്ന് പറയുന്നത്. അപ്പം രാധയും കൃഷ്ണനും രണ്ടല്ല ഒന്നാണ്. കൃഷ്ണനിൽ നിന്നാണ് രാധാറാണി ഉണ്ടായത്. അപ്പൊ രാധാറാണിയുടെ തന്നെ വിവിധ വേർഷൻസ് ആണ്, പല പല രൂപങ്ങളാണ് ദേവി എന്ന് പറയുന്നത്. ഇപ്പം മഹാമായ, യോഗമായ, അതുപോലെ മോഹമായ എന്നൊക്കെ പറയുന്നതും ദേവിയുടെ വേറൊരു വേർഷനാണ്, വേറൊരിതാണ്. അതായത് ഈ ദേവിമാരുടെ കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ജീവാത്മാക്കളെ ഭൂമിയിൽ തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. അതായത് ഭൂമിയിൽ തന്നെ പിന്നെ വീണ്ടും ജനിച്ച് ജനനമരണ ചക്രങ്ങളിൽ പെടുത്തുക എന്നുള്ള ആ ഒരു ഇതുണ്ട്. പക്ഷെ അത് നമ്മൾ തരണം ചെയ്തിട്ട് ആ മായേനെ നീക്കിയിട്ട് നമ്മൾ ഭഗവാനിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു മോക്ഷപദം അല്ലെങ്കിൽ മുക്തിപദം അല്ലെങ്കിൽ അതിനപ്പുറം സേവക പദം അങ്ങനെയൊക്കെ കിട്ടുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നാമങ്ങളൊക്കെ ജപിക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ കലികാലത്തിൽ ഇതായിട്ടുള്ള ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ഈ നാമം നമുക്ക് പറയാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമങ്ങളൊക്കെ പറയാം. ഓം നമ ശിവായ, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, സർവമംഗളമാംഗല്യേ, എല്ലാം സർവമംഗളമാംഗല്യേ ശിവേ സർവാർദ്ര സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണീ നമോസ്തുതേ, അതും പറയാം. അപ്പോൾ ഇങ്ങനെ ഓരോ തലങ്ങളിലാണ് ഭക്തി എന്ന് പറയുന്നത്. ഓം നമ ശിവായ പറയുന്നത് അത്രയും പവർഫുൾ ആണ്. അതുപോലെ തന്നെ ഓം നമോ നാരായണ അത്രയും പവർഫുൾ ആണ്. അമ്മേ നാരായണ പവർഫുൾ, എല്ലാം നമുക്ക് എല്ലാം പവർഫുൾ. കാരണം ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. അല്ലാതെ നമ്മൾ എന്താ പറയാ, ദക്ഷനെ പോലെയോ അല്ലെങ്കിൽ വേറൊരു ഇതിലോ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ആരെയും അപമാനിക്കാൻ പാടില്ല. ഓരോരുത്തരും അവരുടേതായ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. ചിലര് ഇപ്പം എന്താ പറയാ, ഈ ചന്ദ്രക്കല കാണിച്ച് പ്രാർത്ഥിക്കുന്ന, അത് ചന്ദ്രനെയാണ് അവര് പൂജിക്കുന്നത്. ആ ഒരു
അതിൻ്റെ വേറൊരു ഇതാണ്. അതുപോലെ സൂര്യൻ എന്ന് പറയുമ്പം പിന്നെ സൂര്യൻ്റെ ആ ഒരു ഇത് പൂജിക്കുന്നവരുണ്ട്, അത് വേറൊരു ഇതാണ്. അപ്പം അങ്ങനെ അത് ഇത് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മതങ്ങൾ ഇതെല്ലാം നോക്കുമ്പോൾ ഇതെല്ലാം തമ്മിൽ പരസ്പരം ഒന്നിച്ചു കിടക്കുകയാണ്. അപ്പം ഏറ്റവും ആദ്യം വന്നിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഹിന്ദു മതം തന്നെയാണ്, ഹിന്ദുസിൻ്റെ ഇത് തന്നെയാണ്. അത് നമുക്ക് സെർച്ച് ചെയ്താൽ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം ആദ്യമായിട്ടുള്ള ഇതെന്തായിരുന്നു, ഭക്തി ഏതായിരുന്നു എന്നുള്ളത്. അത് ഹിന്ദു ഭക്തി തന്നെയാണ്. അപ്പം പിന്നീടാണ് ഈ ക്രിസ്തു ഭക്തിയും പിന്നെ ഇതൊക്കെ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ എല്ലാം പരസ്പരം എല്ലാം ഒന്നിച്ച് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിതുണ്ടാക്കിയിട്ട് പരസ്പരം ഇതാക്കല്ലേ. ഇതെല്ലാം ഒന്നാണ്, അവിടെ ഒരു സ്ഥലത്ത് തന്നെയാണുള്ളത്. അതെല്ലാം പരസ്പരം പല പല ലോകങ്ങളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാം ഒന്ന് തന്നെയാണ്, ഭഗവാൻ അത് ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷെ ഇതെല്ലാം ഓരോരോ കർത്തവ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഓരോരോ അവരുടെ പർപ്പസിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ആര് ഭജിച്ചാലും എന്ത് ഭജിച്ചാലും ഭഗവാനിൽ തന്നെയാണ് അവസാനം, ഭഗവാന്റെ ആ ഇതിൽ തന്നെയാണ്. അതും പല സ്ഥലങ്ങളിലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാവരും ആ ഭക്തിയിലോട്ട് വരിക എന്നുള്ളതാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ്യാം. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളത് നോക്കാം കേട്ടോ. മനീഷ്, ധന, ഷാജി, സുമിത, മുകേഷ്, ധവാൻ, കലാസാഗർ, സഞ്ജു, ക്രൈസി, ഐക്കില്ലർ, ബിബിൻ, ഷൗഫീഖ് അറയ്ക്കൽ, ഇസ്മി, വർഷരാജ്, ശ്രീരു പിള്ളൈ, നിക്കില്ലാത്ത മണ്ണിലാൽ, രഞ്ജിനി, രാജീവ്, മിസ്റ്റർ ടോം, മിഥുൻ, മാത്യു, വിവേക്, സുമിൽ, ആദർശ്, പിപിൻ, പാറു, മൈക്യൂട്ട്, മനീഷ്, രാധിക ശർമ്മ, അനു. ഓക്കെ, അപ്പം ഇത്രയും പേരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ നിങ്ങൾ ഈ യോഗമായാലും മഹാമായ അതിലൊന്നും പോയി എന്താ പറയുക, അങ്ങനെ മോഹിക്കാതിരിക്കുക. മോഹമായ എന്ന് പറഞ്ഞാൽ ആ ഒരു മോഹമാണ്. ആ മോഹമൊക്കെ ഇല്ലാതായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു മനസ്സിന് തന്നെ ഒരു ശാന്തി ലഭിക്കുകയുള്ളൂ, മനസ്സിന് തന്നെ ഒരു സമാധാനം ലഭിക്കുകയുള്ളൂ. ഇപ്പം മറ്റൊരാളുടെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇത് കണ്ടിട്ട് എനിക്ക് അയാളെ പോലെ ആവണം അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്കൊണ്ട് നടക്കാൻ പറ്റാത്തത് അങ്ങനെ ഒരുപാട് മോഹിക്കാതിരിക്കുക. മോഹം ഇല്ലാതെ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു മോഹത്തിൽ അകപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതെല്ലാം ആ മോഹമായയിൽ പെടുന്നതാണ്. അപ്പം അതൊന്നും അല്ല, അതിനെക്കാട്ടിലും വലുത് ആണ് ഭഗവാന്റെ ആ ഒരു എന്താ പറയുക, അതിനെക്കാട്ടിലൊക്കെ എത്രയോ വലുതാണ് ആ ഭഗവാനിലൊരു അഭയം കിട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ ഭഗവാനിലൊരു സേവനത്തിന് കിട്ടുക എന്നുള്ളത് അതിനെക്കാട്ടിലൊക്കെ ഒരുപാട് ഉയർന്ന കാര്യം. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഭൗതികതയിൽ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്, ഇനിയും ജന്മങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേവീനെ തന്നെ പ്രാർത്ഥിച്ചോളൂ. അതല്ല, നിങ്ങൾക്ക് ദേവീനെയും പ്രാർത്ഥിക്കാം, കൃഷ്ണനെയും കൂടെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതിൽ നിന്ന് വിട്ടിട്ട് ഭഗവാന്റെ അടുത്ത ഒരു ആത്മീയമായിട്ടുള്ള ഒരു ശരീരം കിട്ടി അങ്ങനെ ആത്മീയമായിട്ടുള്ള ആ ഒരു സേവകനായിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേവീനെയും ശ്രീകൃഷ്ണനെ കൂടെ പ്രാർത്ഥിക്കാം. അതല്ല, നിങ്ങൾക്ക് ഇനി മോക്ഷം, അതായത് ഈ ഒന്നും തന്നെ വേണ്ട, ഭഗവാന്റെ ഉള്ളിലൊരു മോക്ഷമായിട്ട് ബ്രഹ്മത്തിലേക്ക് അല്ലെങ്കിൽ ബ്രഹ്മം അങ്ങനെ ഒരു ഇത് കിട്ടാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശിവഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുക. ഇനി കൈലാസത്തിൽ ഒരു അഭയമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ശിവപാർവതിമാരെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പ്രാർത്ഥിക്കാൻ ഇഷ്ടം അല്ലേ. അപ്പോൾ ഓരോരുത്തരും ഓരോ ഇതിൽ പോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത് മാത്രം മതിയല്ലോ. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ 3 ഇതിൽ ഭഗവാൻ ജനിച്ചു എന്ന് പറയുന്നത്, ഭഗവാൻ അവതരിച്ചു എന്ന് പറയുന്നത്. മനസ്സിലായോ? സൃഷ്ടിക്ക് വേണ്ടി, അതായത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, സ്ഥിതിക്ക് വേണ്ടി, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, സംഹാരത്തിന് വേണ്ടി. ഇനി ഈ ലോകത്ത് ദുഷ്ടതകളൊക്കെ കൂടിക്കൂടി വരുമ്പോൾ ആ ലോകം തന്നെ സംഹരിച്ചിട്ട് പുതിയൊരു ലോകം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശിവഭഗവാൻ അങ്ങനെ
പിന്നെ മംഗളങ്ങൾ അരുളാൻ വേണ്ടിയിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭക്തി വേണമെങ്കിലും നിങ്ങൾക്ക്, പക്ഷെ നിങ്ങൾ ഭക്തിയിലേക്കും കൂടി വരിക എന്നുള്ളതാണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഭൗതികം നിങ്ങൾ ആഗ്രഹിച്ചോളൂ, പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ചെറുപ്പത്തിലായ കൂടിയും ഭക്തിയിലേക്ക് വരിക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ ചെറുപ്പത്തിലേ നമ്മൾ ഈ ഭക്തിയിലോട്ട് വന്ന് ആ ഒരു ഇത് പഠിച്ചു കഴിഞ്ഞ് ആ ഒരു ഭക്തിയോഗം വന്നു കഴിഞ്ഞ് നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. നമുക്ക് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് കഴിയും. എന്തിനാണ് വെറുതെ ഇപ്പോൾ പലരും എന്താ പറയുക, പലരും ഈ ഭൗതികതയിൽ പെട്ട് ഉഴലുകയാണ് അല്ലേ. ഇപ്പോൾ ഈ കലികാലത്തിൻ്റെ കുറച്ചൊരു ഭാഗം ആയതേ ഉള്ളൂ, അപ്പോഴേക്കും നമുക്ക് അത്രയും, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നല്ല നിഷ്കളങ്കരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള സ്നേഹം, അത്രയ്ക്ക് മനസ്സിൽ സ്നേഹമുള്ളവരുടെ കാര്യമാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഭൗതിക ലോകത്ത് ജീവിച്ചു പോവാന്നുള്ളത്. പിന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടാവാം. അപ്പോൾ ഈ നമുക്ക് എല്ലാം ഭൗതിക ലോകത്ത് എത്ര ഉന്നതിയിലിരിക്കുന്നവരായി കഴിഞ്ഞാലും ശരി തന്നെയാണ്, നമുക്ക് എല്ലാം കൊണ്ടും എപ്പോഴും മനപ്രയാസങ്ങൾ, എപ്പോഴും നമുക്ക് വിഷമങ്ങൾ തന്നെയായിരിക്കും. അല്ലാതെ ആരുമില്ല, എന്താ പറയുക, ഓരോ ഈ ഭൂമിയിലുള്ള ആരുമില്ല എന്തെങ്കിലും ഒരു തരത്തിലുള്ള ദുഃഖം അവർക്ക് ഉണ്ടായിരിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഭക്തിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദേവീനെയൊക്കെ ഭജിക്കുകയാണെങ്കിൽ നമുക്ക് ഭൗതികതയിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതാക്കാനൊക്കെ ഒരു പരിധിവരെ കഴിയും. അതുപോലെ ശിവഭഗവാനെ ഭജിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ കൃഷ്ണനെയും വിഷ്ണുവിനെയും ഭജിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കുറച്ചുകൂടി ഒന്ന് ഭഗവാനിലോട്ടുള്ളൊരു അഭയത്തിന് വേണ്ടിയിട്ടുള്ളൊരിതും ആവും. അപ്പം ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വെടിഞ്ഞിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് എത്താനുള്ളൊരു പ്രാക്ടീസ് അത് ചെറുപ്പത്തിലേ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പം എനിക്ക് അതാണ് പറയാനുള്ളത്. കാരണം കലികാലത്തിൻ്റെ കുറച്ച് ഒരു എന്താ പറയുക, ഒരു കാൽഭാഗം പോലും ആയിട്ടില്ല, ഒരു കുറച്ച് ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഭൂമിയിൽ പല പല വ്യതിയാനങ്ങൾ, പല പല പ്രശ്നങ്ങൾ, പല കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ആത്മാവെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഭൂമിയല്ല നമ്മുടെയൊക്കെ ലോകം എന്ന് പറയുന്നത്. യഥാർത്ഥ ലോകം എന്ന് പറയുന്നത് മുകളിലാണ്, യൂണിവേഴ്സിനും മുകളിലാണ്. മനസ്സിലാക്കൂ. അപ്പം നമ്മൾ കുറേ പേരൊക്കെ എന്താ പറയുക, ഒരു പക്ഷേ കൈലാസത്തിൽ നിന്ന് വന്നവരായിരിക്കാം, കുറേ പേര് ദേവിയുടെ സന്തതസഹചര്യം അങ്ങനെ വന്നവരായിരിക്കാം, കുറേ പേര് നമ്മൾ ഈ പറഞ്ഞ പോലെ യേശുനാഥൻ്റെ ഇതിൽ നിന്നവർ അങ്ങനെ വന്നവരായിരിക്കാം, കുറേ പേര് അല്ലാതുള്ള അള്ളാഹു ലോകം അങ്ങനെയുള്ള ഏതെങ്കിലും ലോകങ്ങളിൽ നിന്ന് വന്നവരായിരിക്കാം, പിന്നെ കുറേ പേര് ഈ പറഞ്ഞ പോലെ വൈകുണ്ഠത്തിൽ നിന്ന് വന്നവരായിരിക്കാം, കുറേ പേര് വൃന്ദാവനത്തിൽ നിന്ന് വന്നവരായിരിക്കാം. അപ്പം ഓരോരുത്തരും ഓരോ ലോകങ്ങളിൽ നിന്ന് വന്നവരായിരിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും യഥാർത്ഥ ഗൃഹം എന്ന് പറയുന്നത് ഇതല്ല. അപ്പം നമ്മുടെ ആ യഥാർത്ഥ ഗൃഹത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ള ആ യഥാർത്ഥ ഗൃഹത്തിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭഗവാന്റെ നാമം പറയണമെന്നുള്ളതാണ്. ഏത് നാമമാണോ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ആ നാമം പറയാന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഹരേ കൃഷ്ണ നാമം കൂടി നമ്മൾ പറയാന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതാക്കിയിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം നമുക്ക് കിട്ടിയിട്ട് തിരിച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് ഗോഡ് ഹെഡ് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ എന്നതാണ്. ഗോഡ് ഹെഡ് മീൻസ് നമ്മൾ എവിടുന്നാണ് വന്നത് അവിടേക്ക് തിരിച്ചു പോകാൻ കഴിയുക എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് വേണം എല്ലാവരും പരിശ്രമിക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഇനി നമുക്ക് ഒന്നും തന്നെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ ഇവിടെ നമുക്ക് ദുഷ്ടരായിട്ടുള്ളവരെ നന്നാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നാക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമുക്ക് അവരെ അനുസരിച്ച് പോകാൻ മാത്രമേ, സഹിച്ച് പോകാനുള്ള ഒരു ഇത് മാത്രമേ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പണമുള്ളവരുടെ കയ്യിലാണ്, അവരാണ് ഭരിക്കുന്നത്. പക്ഷെ പണമുള്ളവർക്കാണെങ്കിലും അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം ടോട്ടലി പറഞ്ഞിപ്പം നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല, നമുക്ക് എന്താ പറയുക, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഭൂമിയിൽ വന്ന് ജനിച്ചത് കൊണ്ടാണല്ലോ നമുക്ക് മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ അല്ലെങ്കിൽ കേൾക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഭൂമിയിൽ വന്ന് ജനിച്ചത് കൊണ്ടാണല്ലോ നമുക്ക് ശത്രുക്കൾ, നമുക്കില്ലാത്ത ശത്രുക്കൾ നമ്മളെ ശത്രുവായിട്ട് കണ്ട് നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ ഭൂമിയിൽ വന്ന് ജനിച്ചത് കൊണ്ടാണല്ലോ.
അപ്പം അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇനിയും വരാതെ നമുക്ക് ആ ഏത് ലോകത്താണോ നമ്മുടെ യഥാർത്ഥ ആത്മാവിൻ്റെ യഥാർത്ഥ സ്ഥാനമുള്ളത് അവിടേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. അപ്പം അതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഏത് ഭക്തിയിലുള്ളവരാണെങ്കിലും ആ ഭക്തിയിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത്, ഏത് ഭഗവാനെയാണോ ഭഗവതിയാണോ പ്രാർത്ഥിക്കുന്നത്, അത് നിങ്ങൾ പ്രാർത്ഥിച്ച് ആ ഒരു ഇതിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നമുക്ക് ഇനി പോകെ ഇതൊന്നും ആയിരിക്കത്തില്ല. ഇപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇപ്പം നമ്മളിങ്ങനെ വന്ന് നല്ല കാര്യങ്ങൾ ഓരോരുത്തർ മനസ്സിലാക്കിയിട്ട് വന്ന് പറയുമ്പോൾ അതിനെ വെറുതെ പരിഹസിച്ച് തള്ളിക്കളയാതെ അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കി അതിലേക്ക് ആ ഭക്തിയിലേക്ക് ഇറങ്ങി വന്ന് ആ യോഗ, മെഡിറ്റേഷൻ, ആ പ്രാർത്ഥന, ആ നാമജപങ്ങൾ ഇതൊക്കെ നടത്തി നമ്മൾ ആ ഒരു ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ഒരാൾ വന്നിട്ട് സീരിയസ് ആയിട്ട് കുറെ കാര്യം പറഞ്ഞു തരുമ്പോൾ ഇതൊക്കെ വെറും ചുമ്മാതെയാണ്, അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ് തള്ളിക്കളയാതിരിക്കുക. ഞാൻ നല്ലവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഇത് കാരണം ഇത് ഉൾക്കൊള്ളുന്നവർ മാത്രം ഇത് ഉൾക്കൊണ്ടാൽ മതി. എനിക്കിപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ദുഷ്ട മനസ്സുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തലത്തിൽ ചിന്തിക്കുന്നവരെ എനിക്ക് മാറ്റിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരതിന് തുനിയുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കെന്നല്ല, ഈ ആത്മീയത പറഞ്ഞു കൊടുക്കുന്ന ആർക്കും തന്നെ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ വീണ്ടും ഈ ഭൂമിയിൽ ഇങ്ങനെ പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലത്തേ ഉള്ളൂ. അവർ ഭഗവാനെ നിരസിക്കും തോറും അല്ലെങ്കിൽ ഭഗവതിയെ നിരസിക്കും തോറും അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങനെയൊക്കെ നിരസിക്കും തോറും അവരിങ്ങനെ ഇത് പറയും തോറും അവർക്ക് ഒരു ഉയർച്ച അല്ലെങ്കിൽ അവർക്കൊരു നല്ല മനസ്സുണ്ടാവും. പക്ഷെ ഇപ്പോൾ അവർക്ക് ഭൗതികതയിൽ ഉയരാൻ കഴിയുമായിരിക്കാം, പക്ഷെ അവർക്ക് ഒരിക്കലും ഈ മെറ്റീരിയലിസ്റ്റിൽ തന്നെ അവർക്ക് കിടക്കേണ്ട ഒരു അവസ്ഥ വരും. അവർക്കൊരിക്കലും ആത്മീയതയിൽ ഉയർന്ന ആ ഒരു സത്യം തിരിച്ചറിയാൻ, ആ ഒരു ഭഗവാനെ തിരിച്ചറിയാൻ, ഭഗവതിയെ തിരിച്ചറിയാനൊന്നും അവർക്ക് കഴിഞ്ഞൊന്നും വരില്ല. ആ ഒരു പരമാത്മാവിനെ, ഒരു ശ്രീകൃഷ്ണ രാധാകൃഷ്ണന്മാരെ തിരിച്ചറിയാനൊന്നും അവർക്ക് കഴിഞ്ഞൊന്നും വരില്ല. കാരണം നമ്മൾ ഒരു കുഞ്ഞായിരിക്കുമ്പോഴുള്ള ഇതല്ലല്ലോ. ഇപ്പം നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ പലരും ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനൊന്നും അറിയില്ലല്ലോ, ആ കുഞ്ഞൊരു കുഞ്ഞു തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് വന്നിട്ട്, ഈ ഭൂമിയിൽ വന്നിട്ട് ഇവിടുത്തെ മെറ്റീരിയലിസ്റ്റിൽ പെട്ടിട്ടാണല്ലോ കള്ളത്തരങ്ങളും ചതിയും വഞ്ചനയും പിടിച്ചു പറയും ഒക്കെ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. കുറേ അജ്ഞതകളുണ്ട്. കാരണം ഇത് കുഞ്ഞു കാലം തൊട്ടേ നമ്മൾ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരികയാണ്, അല്ലെങ്കിൽ പഠിപ്പിച്ച് അത് മനസ്സിലാക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവർ കുറേയൊക്കെ അടങ്ങി അവർ നല്ല ഇതിൽ മനുഷ്യർ നല്ല ഇതായിട്ട് വരും. പക്ഷേ നമ്മുടെ ഹിന്ദുസിലെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാനോ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിച്ച് നേർവഴിക്ക് കൊണ്ടുവരാനോ ഇല്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയെങ്കിലും ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടി ഒരു അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയി കുറേ പടിപ്പടിയായിട്ട് അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പുതിയ തലമുറയെ നേർവഴിക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് എല്ലാവരും ചെയ്യേണ്ടത്. അപ്പം മറ്റ് മതങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അവർ അവരുടേതായ പ്രീച്ചുകൾ നടത്തുന്നുണ്ട്, അവർ പള്ളികളിലൊക്കെ ആയാലും പോകുന്നുണ്ട്, അവർ ഈ മനുഷ്യനെ സ്നേഹിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യരോട് എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളും പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയി നമ്മളും നല്ല കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവരെ ആ തലമുറയെ നമ്മൾ വാർത്തെടുക്കുക, നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പം അതാണ് ചെയ്യേണ്ടത്. അത് ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ മനുഷ്യർക്ക് തമ്മിൽ അങ്ങനെ ഇങ്ങനെയുള്ള വേർതിരിവ്. പക്ഷെ ആ ലോകങ്ങളിലൊന്നും അങ്ങനെ ഒരു വേർതിരിവുമില്ല. അവിടെ എല്ലാം ഒരേപോലെയാണ് അവരെല്ലാം നിൽക്കുന്നത്. ഓരോ ലോകങ്ങളിലും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാം ഒന്ന് തന്നെയാണ്. ഈ ഒരു ഒന്നിൽ നിന്ന് തന്നെയാണ് പല വേർഷൻസ് ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഒരു നോളജ്, നിങ്ങളുടെ ആ ഒരു ബുദ്ധി മനസ്സിലാക്കിയിട്ട് നിങ്ങളത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നത്. അപ്പം എല്ലാവർക്കും നല്ല ഇതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഓം ശക്തി. ഓം നമ ശിവായ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ്യാം.